സംഭവം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് ഇട്ടു തരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാത്തവർക്കും അത് പ്രയോജനപ്പെടും, അറ്റൻഡ് ചെയ്തവർക്കും ഒരിക്കൽ കൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ബ്ലോഗ് ഐ ഡി ഇപ്പോൾ കാണിച്ചു തരും. ആ ബ്ലോഗ് ഐ ഡിയിലേക്ക് നിങ്ങൾ കയറി samvidaniel.blogspot UGC net samvidaniel.ugcnet.blogspot.in എന്നാണ്. ഞാൻ ഈ ക്ലാസിന്റെ ഒക്കെ എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്കതിന്റെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. samvidaniel.blogspot ഇതിന്റെ താഴെ അറ്റത്തുണ്ട് കേട്ടോ, ഇതൊന്ന് നോക്കിക്കൊള്ളുക. samvidaniel.ugcnet.blogspot.com എന്ന് ഗൂഗിളിലേക്ക് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ എൻ്റെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് കയറാം. ആ ബ്ലോഗിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഞാൻ എടുക്കുന്ന മുഴുവൻ ക്ലാസിന്റെയും നോട്ട്സ് അതിനകത്ത് അവൈലബിൾ ആണ്. കുറെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, 65ഓളം ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ടാവും. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യിക്കുന്നുമുണ്ട്. അപ്പോൾ നോട്ട്സ് കിട്ടാനായിട്ട് ബ്ലോഗിലേക്ക് കയറിയാൽ മതി. സ്ക്രീൻഷോട്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ എടുത്തോളുക. പിന്നെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചൊക്കെ എഴുതി എടുക്കാമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളുക. കുറച്ച് എഴുതിയാൽ മതി, എല്ലാം എഴുതാൻ ശ്രമിക്കണ്ട എന്നും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾ ഈ പേപ്പറിന്റെ പേര് പേപ്പർ 1 UGC നെറ്റ് പേപ്പർ 1 ആണ്. ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ഈ പേപ്പറിന്റെ പേര്. അതിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത്. നമ്മുടെ ഈ ടെസ്റ്റ് നടത്തുന്നത്, ദ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എ നാഷണൽ ബോഡി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഷോർട്ട് ഫോം ഈസ് NTA. ഷോർട്ട് ഫോം ഓർത്തിരുന്നാൽ മതി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ചിലപ്പോൾ ഈ ഫുൾ ഫോം തന്നെ എക്സാമിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുകൂടാമില്ല, അപ്പൊ അത് ഓർത്തിരിക്കണം. ദിസ് ഏജൻസി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പ്രീമിയർ സ്പെഷ്യലിസ്റ്റ് ഓട്ടോണമസ് ആൻഡ് സെൽഫ് സസ്റ്റെയിൻഡ് ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ to conduct entrance examinations for admission or fellowship in higher educational institutions. Okay, National Testing Agency is a registered society under the Societies Registration Act 1860. To assess competence of candidates for admissions and recruitment has always been a challenge in terms of matching with the research-based international standards, efficiency, transparency and error-free delivery. കോളേജിൽ അധ്യാപകരാകുന്നതിന്, എസ്പെഷ്യലി അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ റിസർച്ചിലേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസർച്ച് ഫെലോഷിപ്പോടുകൂടി റിസർച്ച് ചെയ്യുവാൻ നല്ലൊരു തുക, ഒരു ചെറിയ ജോലിയുടെ ശമ്പളം തന്നെ എമൗണ്ട് ആയിട്ട് ലഭിക്കുന്ന JRF എന്ന് പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൂടെ ലഭിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇത് എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കോളേജ് അധ്യാപകർക്ക് റിസർച്ച് ബേസിസും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെയുള്ള സ്കിൽസ് എല്ലാം തന്നെ, കോമ്പീറ്റൻസീസ് എല്ലാം തന്നെ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020-ൽ ഇതുപോലെ തന്നെ ഒരു ടെസ്റ്റ്, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ടെസ്റ്റിന്റെ സിമിലർ ആയ ഒരു ടെസ്റ്റ് തന്നെ നാഷണൽ ലെവലിൽ നടത്തുന്നതായിരിക്കും എന്നവർ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് മാറിയിട്ട് പകരം ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. എന്നാലും ടെസ്റ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ അടുത്ത ഭാവിയിൽ റിസർച്ച് PhD കമ്പൽസറി ആക്കുന്നു എന്ന ലെവലിലാണ് നമ്മൾ ആ പോളിസിയിൽ റെക്കമെൻഡേഷൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും തന്നെ PhD-യിലേക്ക് MPhil, തൽക്കാലം MPhil ഉണ്ടെങ്കിൽ MPhil-ന് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ PhD-യിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ. അങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നെറ്റ് എഴുതാവുന്നതാണ് എന്നുള്ളതും ഓർപ്പിക്കട്ടെ. The National Testing Agency is entrusted to address all such issues using best in every field, from test preparation to test delivery and to test marking. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഏജൻസിയാണ് എന്നുള്ളതാണ്. ഇവരുടെ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ
nta.ac.in ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മോക്ക് എക്സാം നടത്തുവാനായിട്ട് സാധിക്കും. അതിന്റെ ഗൈഡ് ലൈൻ, ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഫുൾ ഗൈഡ് ലൈൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേപ്പർ 2ഉം പേപ്പർ 1ഉം, പേപ്പർ 1 കോമൺ ആണ്, പേപ്പർ 2 ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് അതിനകത്ത് കയറേണ്ടത്. അത് 2-3 എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാമോ അത്രയ്ക്ക് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് റിസൾട്ടും കൂടെ അന്നേരം തന്നെ വരികയാണ്. റിസൾട്ടും കിട്ടും. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ ഏതാണെന്നും അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്നും അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ഉള്ള കാര്യങ്ങളും അതിന്റെ മാർക്ക് ഉൾപ്പെടെ, ടോട്ടൽ മാർക്ക് ഉൾപ്പെടെ നമുക്ക് കാണാവുന്നതാണ്. അതിനൊക്കെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞൊന്നും പേടിക്കാനില്ല. പല പ്രാവശ്യം നിങ്ങൾ 4-5 പ്രാവശ്യമൊക്കെ ഇതൊക്കെ ചെയ്ത് ശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു പ്രൊഫിഷ്യൻസി കിട്ടും. പല ക്വസ്റ്റ്യൻസും ചില ക്ലൂ മനസ്സിലാക്കി വേണം ചെയ്യുവാനായിട്ട്. അതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഫോൺ നമ്പർ മുമ്പേ തന്നിരുന്നു, ഇനിയും ഞാനത് തരാം എന്നുള്ളതും ഓർപ്പിക്കട്ടെ. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ, മീനിങ്, types of communication and characteristics of communication. Then effective communication, verbal, non-verbal, intercultural and group communication. Then classroom communication. Then barriers to effective communication. Then mass media and society. These are the important topics to be covered in the topic communication. Okay, ഇതിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോർമലി 4 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടും. അത് കൂടാതെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ഏരിയയുടെ നമ്മൾ കവർ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും കമ്മ്യൂണിക്കേഷനിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഓവർലാപ്പ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് എന്നുള്ളത് ഓർക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കമ്മ്യൂണിക്കേഷന്റെ ഒറിജിൻ വേർഡ്സ് ആയിട്ട് കരുതുന്ന 3 പ്രധാനപ്പെട്ട വേർഡ്സ് ഉണ്ട്. There are 3 important words to be supposed to be origin words, 3 Latin words. They are communicare, commune and communis. Communist എന്നല്ല, communis. Communicare means to impart, to share, to exchange. പകർന്നു കൊടുക്കുക, പങ്കിടുക, കൈമാറ്റം ചെയ്യുക, കൊടുക്കുക, വാങ്ങുക എന്നൊക്കെയാണ് കമ്മ്യൂണിക്കെയർ എന്ന വാക്കിന്റെ അർത്ഥം. കമ്മ്യൂൺ മീൻസ് കോമൺനെസ്, കോമണാലിറ്റി. കോമണാലിറ്റി എന്ന് പറഞ്ഞ കോമൺനെസ് എന്നൊക്കെ പറഞ്ഞാല് സംതിങ് ഇൻ കോമൺ ബിറ്റ്വീൻ ദ പേഴ്സൺസ്. സപ്പോസ് 2 persons are in communication, then there will be some commonalities, something in common between the persons. 2 വ്യക്തികൾ കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ, 2 അതിൽ കൂടുതലോ വ്യക്തികൾ കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ അങ്ങനെ ആകണമെങ്കിൽ അവർക്കിടയിൽ കോമണാലിറ്റീസ് ഉണ്ടാകണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ പൊതുവായ കാര്യം. ഇപ്പൊ നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു, നെറ്റിന്റെ എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോമണാലിറ്റി. പിന്നെ നിങ്ങൾ PG പാസ്സായി 55% മാർക്കുണ്ട്, ഇതിന് എലിജിബിൾ ആണ്, ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത കോമണാലിറ്റി. പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയ്മെന്റ് ബ്യൂറോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതും നിങ്ങളുടെ ഒരു കോമണാലിറ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ we are in communication just because you have several commonalities. Okay, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. Then communis എന്ന വാക്കിന്റെ അർത്ഥം normality എന്നാണ്. Normality means something normal. There is no abnormality എന്നാണ്. അബ്നോർമാലിറ്റി ഒന്നും ഇല്ലാത്തത്, സാധാരണയായിട്ട് കോമൺ ആയിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് അബ്നോർമൽ ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധ്യതയില്ല. അത് അറിയാതെയൊക്കെ ഒരുപക്ഷെ ആൾ അബ്നോർമൽ ആണെന്ന് അറിയാതെ ഒരുപക്ഷെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ച് ആദ്യമൊക്കെ ചില മറുപടികളൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിരിക്കാനോ കരയാനോ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നോർമൽ അല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷനില്ല, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പോകും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈ 3 വാക്കും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് അങ്ങനെ ഈ വാക്കുകൾ ചേർത്ത് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആർ സപ്പോസ് ടു ബി ദ ഒറിജിൻ വേർഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കെയർ, കമ്മ്യൂൺ, കമ്മ്യൂണിസ്. അതിന് കമ്മ്യൂണിസ്റ്റ് എന്നോ കമ്മ്യൂണിസം എന്നും കമ്മ്യൂണലിസം എന്നും പിന്നെ എന്താണ് പറയുന്നത്, കമ്മ്യൂണിൽ, കമ്മ്യൂടെക് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ചുമ്മാ കയറ്റിയിടും. നമ്മൾ അതൊക്കെ മനസ്സിലാക്കും. Then what is communication? Communication simply means exchange of ideas. Exchange of ideas. ആശയങ്ങളെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേഷനിലാണ്. We are in communication because we exchange ideas. I am giving you, I am sharing you certain ideas relating to communication. Okay, so this is communication. This is communication. So what is communication? Communication is the sending of meaningful ideas from one object to the other. ഒരു ഓബ്ജക്റ്റിൽ നിന്ന്, അത് ആ വ്യക്തിയാകാം, അതൊരു മെഷീൻ ആകാം, അതൊരു ബേർഡ് ആകാം, ഒരു ആനിമൽ ആകാം, എന്തുമാകാം, ഇല്ലെങ്കിൽ ഈവൻ ഒരു മെഷീൻ ആകാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിൽ നിന്ന് വളരെ മീനിങ് ആയിട്ടുള്ള ആശയങ്ങളെ സെൻഡ് ചെയ്യുന്ന പ്രക്രിയ, മറ്റൊരാളിലേക്ക്, മറ്റൊരു ഓബ്ജക്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ത്രൂ വെർബൽ ഓർ നോൺ വെർബൽ സിംബൽസ്. വെർബൽ ഓർ നോൺ വെർബൽ സിംബൽസ്. വെർബൽ സിംബൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് അത് പറഞ്ഞ് അവതരിപ്പിക്കാം, റിട്ടൺ ആയിട്ട് അവതരിപ്പിക്കും. ഇപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അവതരിപ്പിക്കുന്നു. എൻ്റെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനും പറ്റും, വായിക്കാൻ പറ്റും. You can hear my voice language, then you can read from the screen. അപ്പൊ ഇത് രണ്ടും വെർബൽ സിംബൽസ് എന്ന് പറയുന്നതിന് വെർബൽ സിംബൽസ്. നോൺ വെർബൽ സിംബൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ചിത്രമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വരകളോ അതുപോലുള്ള സൈൻസോ ഒക്കെ ഇട്ടിരിക്കും. ഓക്കെ, അപ്പൊ ലൈറ്റോ, ഇപ്പൊ റെഡ് ലൈറ്റ് കണ്ടാൽ നമുക്കറിയാമല്ലോ, ഒരു ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കണ്ടാൽ നമ്മൾ പ്രൊസീഡ് ചെയ്യത്തില്ല, വണ്ടി അവിടെ നിർത്തും. കാരണം എന്താണ്? ദാറ്റ് ഇസ് സം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നോൺ വെർബൽ സിംബൽ ഉപയോഗിച്ച് അവിടെ എഴുതി വെച്ചിട്ടില്ല വണ്ടി നിർത്തൂ എന്ന് പറഞ്ഞില്ല, വെർബൽ സിംബൽസ് ഉപയോഗിച്ചില്ല, ഓൺലി യൂസ്ഡ് നോൺ വെർബൽ സിംബൽസ്. അപ്പം പിന്നെ അതുപോലെ തന്നെ റോഡിൽ ഒരുപാട് സിംബൽസ് ഉണ്ട്. വൺ വേ ആണെന്ന് കാണിക്കുന്ന സിംബൽസ് ഉണ്ട്. ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിട്ട് അത് ക്രോസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, വൺ വേ എന്ന് അവിടെ എഴുതി വെച്ചില്ലെങ്കിൽ പോലും ഈ സിംബൽ കണ്ടാൽ മുന്നോട്ട് പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അത് വെർബലായിട്ടാകാം, നോൺ വെർബലായിട്ടുമാകാം. സോ വെർബൽ സിംബൽസ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ വെർബൽ സിംബൽസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേര് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ if we use non-verbal symbols alone, that is what is called non-verbal communication. Suppose a dumb person, dumb എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ ആള് asking for help is an example of non-verbal communication എന്ന് പറയാം. A mime is an example of, മൈമിൽ സംസാരിക്കാൻ പാടില്ല, ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല, ആക്ഷൻസ് മാത്രമേ പാടുള്ളൂ. അതിനെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. മൈം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. റെസിറ്റേഷൻ ഈസ് ആൻ എക്സാമ്പിൾ. പദ്യപാരായണം, പദ്യോച്ചാരണം. പദ്യോച്ചാരണത്തിൽ നോൺ വെർബലിന് ഒരു സ്ഥാനവുമില്ല. ഓക്കെ, അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്ടിങ് എ ഡ്രാമ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ.
നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോത്ത് നൺ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോത്ത് എന്നതാണ് ആൻസർ. ഡ്രാമയിൽ സംസാരവുമുണ്ട് ആക്ഷൻസും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ ബോത്ത് ആണ്. ഡ്രാമ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം ടീച്ചിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. കാരണം ക്ലാസ് റൂമിൽ നമ്മൾ അധ്യാപകൻ ഒരുപാട് ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. വെർബൽ മാത്രം ചുമ്മാ വന്ന് നിശ്ചലമായി നിന്നിട്ട് കുറെ വാക്കുകൾ ഉച്ചരിച്ചോ അല്ലെങ്കിൽ ബോർഡിൽ എഴുതി കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ആളല്ല. അദ്ദേഹം ഒരുപാട് ആക്ഷൻസ് കാണിക്കേണ്ടി വരും. അപ്പൊ ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമെന്ന് പറയാൻ പറ്റൂല, നോൺ വെർബൽ എന്നും പറയാൻ പറ്റൂല. പക്ഷെ അത് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻസ്, അപ്പിയറൻസസ് എക്സെട്ര ആർ നോൺ വെർബൽ സിംബൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആക്ഷൻസ്, നമ്മുടെ തന്നെ അപ്പിയറൻസസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിൽ നിന്ന് വരുന്ന ചില പ്രത്യേകമായ ബാഹ്യമായ പ്രകടനങ്ങൾ, ഇതെല്ലാം തന്നെ നോൺ വെർബൽ സിംബൽസ് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ശരി. ഇവിടെ ഹാപ്പിനെസ്, ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാപ്പിനെസ് കാണിക്കുന്നത് നമുക്ക് മുഖത്ത് നോക്കിയാൽ നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് പറയാം. അടുത്തത് സാഡ്നെസ് വരുവാണെങ്കിൽ നമുക്കറിയാം. ഫിയർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആങ്കർ കാണിക്കുന്നതിന് നമുക്ക് മനസ്സിലാവും. യൂണിവേഴ്സൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇതെല്ലാം നോൺ വെർബൽ സിംബൽസ് ആണ്. അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പോലീസ്മാൻ കാണിക്കുന്നത് ഇവിടെ സ്റ്റോപ്പ് എന്ന് കാണിച്ചെങ്കിലും അപ്പുറത്തേക്ക് കൈ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് പോകാം എന്നുള്ളതാണ്. അദ്ദേഹം അതിനൊന്നും പറഞ്ഞില്ല, പക്ഷേ ആളുകൾ പോകും, ഇവിടെ ഉള്ളവർ അവിടെ നിൽക്കുകയും ചെയ്യും. ഇതും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഇവിടെ കാണുന്ന സിംബൽസ് എല്ലാം തന്നെ സിംബൽസ് മാത്രം. ആ സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് മാത്രം വെർബൽ ആണ്. പക്ഷേ ബാക്കിയെല്ലാം കാണുന്നത് നോൺ വെർബൽ സിംബൽസ് ആണ്. ആ സിംബൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇപ്പൊ സ്കൂളിന്റെ കോളേജിന്റെ ഒക്കെ അടുത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കാണിക്കുന്ന ഒരു ബാഗുമായിട്ട് രണ്ട് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെ ഒരു സിംബൽ അവിടെ കാണിച്ചിരിക്കും. അതിന്റെ അർത്ഥം സ്കൂളാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു സിംബലാണ്. അങ്ങനെ പലതരത്തിൽ ഈ സിംബൽസ്, ഇതെല്ലാം തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മീനിങ്ഫുൾ ഐഡിയാസ് from one object to the other through verbal or non-verbal symbols. The one is called sender or source. എവിടുന്നാണോ മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുന്നത് ആ സോഴ്സിന് പറയുന്നത് സെൻഡർ എന്നാണ്. അയക്കുന്ന ആൾ സെൻഡർ. ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ടീച്ചർ ഈസ് ദ സെൻഡർ. ടീച്ചർ എപ്പോഴും സെൻഡർ ആവണമെന്നൊന്നുമില്ല. ടീച്ചർ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ടീച്ചറാണ് സെൻഡർ. എന്നാൽ കുട്ടി ഒരു ഉത്തരം തിരിച്ച് ഇങ്ങോട്ട് നൽകുമ്പോൾ ആ കുട്ടി സെൻഡർ ആയിട്ട് മാറും, ടീച്ചർ അവിടെ റിസീവർ ആയിട്ട് മാറും. The other is called receiver. One who receives the message is called receiver. Then the ideas we call message. Message എന്ന് പറയും. ഐഡിയാസിന് പറയുന്ന പേര് മെസ്സേജ് എന്നാണ്. And the response of the receiver is known as feedback എന്ന് പറയും. Response of the receiver in reply to the message. മെസ്സേജിന് മറുപടിയായി റിസീവർ തിരിച്ച് സെൻഡർക്ക് നൽകുന്ന ആ റെസ്പോൺസിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഫീഡ്ബാക്ക് ഈസ് ദ റെസ്പോൺസ് ഗിവൺ ബൈ ദ റിസീവർ ആസ് എ റിപ്ലൈ ടു ദ മെസ്സേജ്. മെസ്സേജിന് മറുപടിയായി റിസീവർ കൊടുക്കുന്ന റെസ്പോൺസിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്. So this is a communication process. Here sender is here, on the left side sender is here, and on the right the receiver is there. Sender. എന്നിട്ട് സെൻഡർ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഹൈ ആൽഫ്രഡ്, ഹൗ ഈസ് യുവർ സിസ്റ്റർ? സിസ്റ്ററിന് എങ്ങനെയുണ്ട് ആൽഫ്രഡ് എന്ന്. അപ്പൊ റിസീവർ തിരിച്ച് ഫീഡ്ബാക്ക് മറുപടി ആയിട്ട് കൊടുക്കുകയാണ്. ഓ ഷീ ഈസ് ഫൈൻ, ഷീ ജസ്റ്റ് ഹാഡ് എ ബേബി. സുഖമായിട്ടിരിക്കുന്നു, ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയും, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അത് മെസ്സേജിന്റെ മറുപടി ആയതുകൊണ്ട് ഫീഡ്ബാക്ക് എന്ന് പറയും. അപ്പം ഫീഡ്ബാക്ക് ഫ്ലോസ്. എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻ കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ, ഫ്രം ദ റിസീവർ ടു ദ സെൻഡർ, ബോത്ത് നൺ.
റിസീവർ ടു ദ സെൻഡർ എന്നുള്ളതാണ് കറക്റ്റ്. നമ്മൾ ഫീഡ്ബാക്ക് എന്ന് അറിയാൻ വയ്യായെങ്കിൽ നമ്മൾ സെൻഡർ ടു ദ റിസീവർ എന്ന് എഴുതി പോകും. തെറ്റിക്കരുത്, ഇനിയിപ്പോൾ ഓർത്തിരുന്നോണം. പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ അറിഞ്ഞിരിക്കണമെങ്കിൽ, ഈ ഫീഡ്ബാക്കും കൂടെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് ദാറ്റ് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ 2-way one. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾ ഒരാളിനൊരു മെസ്സേജ് കൊടുത്തു, തിരിച്ച് നിങ്ങൾക്ക് മറുപടി ഒന്നും ആൾ തരുന്നില്ലെങ്കിൽ that is called 1-way communication. In a 1-way communication, there will not be feedback or response from the part of the receiver. അപ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കൂടെ നമ്മൾ ചേർത്ത് പറയുമ്പോൾ അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ 1-way ആകണമോ 2-way ആകണമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? That need not always be 2-way, but that should be 2-way. Okay, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ഈ ഒരു ക്ലാസ് ഇത് 1-way ക്ലാസ് ആണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് റെസ്പോൺസ് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം പ്രസന്റേഷൻ നടത്തുകയാണ്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് എന്നെ അറിയിക്കാൻ പറ്റും. നമുക്കല്ലാതെ ഒരു ഡയറക്റ്റ്, if it was a direct class in Trivandrum, then there automatically you have provision for responding. Then our class would be a 2-way one. Okay, അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്ലാസ് റൂംസ് എല്ലാം തന്നെ ഒരു 2-way ആക്കാൻ ശ്രമിക്കണം. Every teacher should try their best to make the class 2-way. അതെങ്ങനെയാണ്? There should be ample opportunity to the students to respond. പ്രതികരിക്കാൻ, മറുപടി പറയാൻ, ഉത്തരം നൽകാൻ നമ്മൾ അവസരം കൊടുക്കുക. അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും പറയാൻ അവസരം കൊടുക്കുകയും ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്, ബിറ്റ്വീൻ ആനിമൽസ് ഓർ ഈവൻ ബിറ്റ്വീൻ മെഷീൻസ്. ഞാൻ ആദ്യം അതൊന്ന് സൂചിപ്പിച്ചതാണ്. കമ്മ്യൂണിക്കേഷന് ആളുകൾക്ക് മാത്രമല്ല, ആനിമൽസിനും, ഈവൻ ബിറ്റ്വീൻ മെഷീൻസിനും അത് പറ്റും. നിങ്ങൾ ഡൽഹിയിലുള്ള ഒരു കമ്പനിയിലേക്ക് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ ആപ്ലിക്കേഷൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്തു. അതിന് എന്തെങ്കിലും മറ്റു റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് ഫീ അടച്ച് ബാക്കി റിക്വയർമെന്റ്സ് എല്ലാം ചെയ്ത് നിങ്ങളത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മെഷീനിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും അത് ഡൽഹിയിലുള്ള ആ കമ്പനിയുടെ കമ്പ്യൂട്ടറിലേക്ക് അത് സെൻഡ് ചെയ്യപ്പെടുകയാണ്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. രണ്ട് മെഷീൻസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളാണ് സെൻഡ് ചെയ്തതെങ്കിലും ആ മെഷീനാണ് അത് അങ്ങോട്ട് സെൻഡ് ചെയ്തത്. ഓക്കെ, അവിടെയുള്ള മെഷീൻസ്, അവിടെ ഒരു മനുഷ്യൻ പോലും അവിടെ വേണ്ട. ആ മെഷീൻ അത് റിസീവ് ചെയ്യുകയും നിങ്ങൾക്കൊരു മറുപടി തരികയും ചെയ്യും. പലപ്പോഴും നമുക്ക് മെയിൽ ഒരു മറുപടി റിപ്ലൈ നമുക്ക് കിട്ടും. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിസീവ്ഡ്, ഇറ്റ് വിൽ ബി പ്രോസസ്ഡ് സൂൺ ആൻഡ് യു വിൽ ബി ഇൻഫോംഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു മറുപടി വരും. അതിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കും, യു നീഡ് നോട്ട് ഗിവ് എനി റിപ്ലൈ ടു ദിസ് കമന്റ്, ടു ദിസ് മെസ്സേജ്, ബിക്കോസ് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് മെസ്സേജ്. അവിടെ അങ്ങനെ കൂടെ പറഞ്ഞിരിക്കും. നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും. ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് റിപ്ലൈ ആണ്, അതുകൊണ്ട് ഇതിന് മറുപടി തരേണ്ട ആവശ്യമില്ല എന്ന് അതിനൊരു അടിയിലൊരു കുറിപ്പും കാണും. കാരണം കമ്പ്യൂട്ടർ തന്നെ തരുന്ന ഒരു മെസ്സേജ് ആണ്. ഓക്കെ, അപ്പം മെഷീൻസിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ആനിമൽസിനും ബേർഡ്സിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ വനത്തിലൊക്കെ നമ്മൾ അധികം പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. വനത്തിന്റെ സൈഡിലോ വനത്തിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നേച്ചർ ക്യാമ്പുകൾ നടത്തുന്ന ആളുകൾ, ഞാൻ കോളേജിലായിരിക്കുമ്പോൾ പല ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. തെന്മലയും പിന്നെ അതുപോലെ തന്നെ തേക്കടിയില്, പിന്നെ അതുപോലെ തട്ടേക്കാട് എന്ന് പറയുന്ന ഒരു നല്ല സങ്കേതമാണ്. നേച്ചർ ക്യാമ്പ് നമുക്ക് കോളേജ് സ്റ്റുഡൻസിനൊക്കെ നടത്തുവാൻ പറ്റിയ ക്യാമ്പാണ്. നിങ്ങളതൊക്കെ നേരെ മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ കുട്ടികളെ കൊണ്ട് അവിടെ പെർമിഷനൊക്കെ നേരത്തെ എടുത്താൽ ഒരു പൈസ പോലും നമുക്ക് ചെലവില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ. പക്ഷെ നേരത്തെ അപ്ലൈ ചെയ്യണം.
നേരത്തെ അപ്ലൈ ചെയ്ത് അതിന്റെ പെർമിഷനൊക്കെ എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ നമുക്ക് ഡേറ്റ് ഒക്കെ അനുവദിച്ചു തരുന്ന ഡേറ്റിൽ നമുക്കും സൗകര്യമായ ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്ത് ചെന്നു കഴിഞ്ഞാൽ ഫുഡ്, അക്കോമഡേഷൻ, അവിടെ വനത്തിലൂടെയുള്ള യാത്ര എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരും. നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് അവിടെ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. 3 day ക്യാമ്പ് ആയിരിക്കും. അവരുടെ ക്ലാസ്സുകളും എല്ലാം എടുക്കും. ഒരു പൈസ പോലും നമ്മൾ കൊടുക്കേണ്ട. ഓക്കെ, അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഒരു മനുഷ്യൻ വനത്തിലേക്ക് കയറിയാൽ ഉടൻ തന്നെ അവരെന്ത് ചെയ്യും? ഈ ബേർഡ്സ്, ആനിമൽസ് എല്ലാം മറ്റുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇത് അറിയിക്കും. ആള് കയറിയിട്ടുണ്ട്, ഒരു അപരിചിതൻ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇത് നമുക്ക് വീരപ്പൻ, പണ്ട് വീരപ്പനെ പിടിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയാൾ താവളം മാറ്റി മാറ്റി അടിക്കുന്നു എന്നൊക്കെ അന്ന് പത്രത്തിൽ വന്നിരുന്നു. കാരണം അന്വേഷിച്ചപ്പോ ഇതാണ് കാരണം. ഈ ബേർഡ്സും ആനിമൽസും ഒക്കെ ഈ ശത്രുവിന്റെ സാന്നിധ്യം, ദൗത്യസേന അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഈ പക്ഷികൾ പ്രത്യേകമായ ഒരു ശബ്ദമുണ്ടാക്കി ഉൾവനത്തിലേക്ക് അങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറക്കുമത്രേ. അങ്ങനെ ഈ ശബ്ദം കേട്ടാണ് വീരപ്പൻ താവളം മാറ്റി സൗകര്യമായിട്ട് അടിച്ച് അങ്ങനെ മാറിയിരുന്നു തന്റെ സ്ഥലത്ത് നിന്ന്. അപ്പൊ അതുകൊണ്ട് ദൗത്യസേനയ്ക്ക് പല സമയത്തും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. കാരണം വർഷങ്ങളായിട്ട് ഈ വനത്തിൽ ഇങ്ങനെ താമസിച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഈ ചില അല എന്ന് നമ്മൾ പറയുന്ന, നമ്മളൊക്കെ അലയെന്ന് വിളിക്കും, പക്ഷെ അതിന്റെ സംസാരമാണത്, അത് മെസ്സേജ് ആണ്, അത് കമ്മ്യൂണിക്കേഷനുമാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ഓർ ഈവൻ ബിറ്റ്വീൻ മെഷീൻസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ആസ് സ്ട്രോങ് ആസ് അവർ ബേസിക് നീഡ്സ്. നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. ഇറ്റ്സ് അവർ ബേസിക് നീഡ്. ഇപ്പൊ നമ്മൾ പറയുന്ന പണ്ട് കാലത്ത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇത് മൂന്നുമായിരുന്നു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിപ്പോയി, അല്ലേ? ഇന്ന് അത്യാവശ്യം ക്ലോത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം മതി. ക്ലോത്തിങ് ഒന്നും അധികം വേണ്ട മനുഷ്യന്. ഭക്ഷണവും വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. പണ്ട് കാലത്ത് നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു ആളുകൾ, അത്രയ്ക്ക് ജോലിയും ചെയ്യുമായിരുന്നു. ഇന്ന് ഭക്ഷണം വളരെ കുറച്ച് മതി, വസ്ത്രം വളരെ കുറച്ച് മതി, ഷെൽട്ടർ പിന്നെ മോഡിക്കനുസരിച്ച് വലിയ ഷെൽട്ടർ, വീടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഉപാധികൾ, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെ മൊബൈലിലൊക്കെ ആയിരക്കണക്കിന് കോണ്ടാക്ട്സ് ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യാണ്, ബസ്സിൽ ഇരുന്നുകൊണ്ട് ഒരാളിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണം, ഞാൻ എത്തുന്നുണ്ട്, ഇന്ന സമയത്ത് ഇന്നടുത്ത് വെയിറ്റ് ചെയ്യണം, ഇതൊക്കെ പറയണമെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആസ് സ്ട്രോങ് ആസ് അവർ ബേസിക് നീഡ്. ഇറ്റ് ഹാസ് ബിക്കം അവർ ബേസിക് നീഡ്. ഓക്കെ, ബേസിക് നീഡ് ആയിട്ട് മാറി. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ്. വാട്ടർ സപ്ലൈ, വെളിയിൽ ഉള്ള സപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളം പിടിമുട്ടും. ബേസിക് നീഡാണ് ഇലക്ട്രിസിറ്റി, ബേസിക് നീഡാണ്. അപ്പൊ ഇപ്പൊ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ആ ലിസ്റ്റ് വളരെ വളരെ അധികമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുന്നത്. The history of communication can be traced back to the beginning of nature. പ്രകൃതിയുടെ ആരംഭം മുതൽ, ഹ്യൂമൻ ബീയിങ്സിന്റെ ആരംഭം മുതൽ നമ്മൾ പറയാറുണ്ട്. അത് മനുഷ്യൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത്. എന്നാൽ മൊത്തത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതിന്റെ ഹിസ്റ്ററി ട്രേസ് ചെയ്യണമെങ്കിൽ ബിഗിനിങ് ഓഫ് നേച്ചർ വരെ പോകേണ്ടി വരും. കാരണം മനുഷ്യൻ ഇല്ലാതിരുന്ന ഒരു കാലത്തും പ്രകൃതി ഉണ്ടായിരുന്നുവെന്നും പ്രകൃതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. കാരണം പ്രകൃതിയെ നോക്കിയായിരുന്നു പണ്ട് ആളുകൾ, നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ സമയം നോക്കിയിരുന്നത് പ്രകൃതിയുടെ നിഴലൊക്കെ നോക്കിയാണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ ആ ഭാവം കണ്ടിട്ടാണ് ഇന്ന് മഴയുണ്ടാകും, ഇന്ന് കൊടിയ ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട്, രാവിലെ തന്നെ സൂര്യന് നല്ല ചൂട് തോന്നുന്നു, കുട കൊണ്ടുപോക്കണം, വൈകിട്ട് മഴ കാണും. ഇതൊക്കെ അമ്മമാരൊക്കെ നമ്മളോട് പറയുന്നത് പ്രകൃതിയുടെ കമ്മ്യൂണിക്കേഷനാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകളാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ഹിസ്റ്ററി നമുക്ക് ട്രേസ് ചെയ്ത് പോകണമെങ്കിൽ മനുഷ്യന്റെ ബിഗിനിങ് എന്ന് നമ്മൾ പറയും, പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാലും ബിഗിനിങ് ഓഫ് നേച്ചർ ആണ് റിയൽ സെൻസിൽ നമുക്കത് പറയാവുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് എവരിവെയർ. എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കിളികൾ ഒന്നിച്ചു കൂടിയാൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമല്ലോ, ഇത് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിൽ കണ്ടുകൊടുക്കും.
ഈ 3 കിളികൾ എന്തൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതിന്റെ ഒരു സംഭാഷണം ഉണ്ടാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാം. എന്താണ് അവർ രണ്ടുപേരും കൂടെ വലിയൊരു സ്വകാര്യം എന്നാ ഒറ്റയ്ക്കിരിക്കുന്ന ആള് ചോദിക്കുന്നു അല്ലേ, അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ മറ്റേ ആള് പറയാണ്, നീ അവനോട് കൂട്ടുപിടിക്കരുത്, അവൻ അത്ര നല്ല സ്വഭാവമുള്ള ആളല്ല, അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ചോണം, ഇച്ചിരി കരുതിക്കോണം എന്നൊക്കെ ഇങ്ങോട്ട് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മറ്റേ ആള് പറയാം, എന്താണ് വലിയൊരു സ്വകാര്യം, ഒരു രഹസ്യം പറച്ചിൽ, എന്റെ കുറ്റം വല്ലതും ആണോ? ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ചിന്തിക്കാം. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും കിളികളും സംസാരിക്കുന്നത്. ഇവിടെ നോക്കി എന്ത് സ്നേഹത്തോടെ ഉമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇത് നോക്കി 2 അണ്ണന്മാരിരുന്നിട്ടേ ദൂരേക്ക് നോക്കിയാണ്. എന്താടാ മോനെ, ദൂരെ ആരാടാ വരുന്നത്, ഇന്ന് നമ്മൾ പട്ടിണിയാവുമോ, ഉള്ള ചോറൊക്കെ തിന്നിട്ട് പോകാൻ വരികയാണോ ആളുകൾ വല്ലതും എന്നൊക്കെ നോക്കി സന്തോഷത്തോടെ നോക്കുന്നു. വളരെ സന്തോഷം. നിങ്ങളങ്ങ് വളർന്നു പോയല്ലോ മക്കളെ എന്നൊക്കെ പൂച്ചക്കുഞ്ഞ് അവരോട് പറയുന്നു അല്ലേ. നല്ല സന്തോഷമുള്ള കാര്യമല്ലേ, ആ നോട്ടം കണ്ടില്ലേ, എന്ത് രസമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരു പിക്ചർ കണ്ടിട്ടും നമുക്ക് ഒരുപാട് സംവാദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ചില ഡെഫിനിഷൻസ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്രീസസ് കോമണാലിറ്റി but also requires the element of commonality for it to occur at all. ഡെന്നിസ് മാക്വെയിലിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്രീസസ് കോമണാലിറ്റി. കോമണാലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യം പറഞ്ഞത്. കോമണാലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞെങ്കിലും കോമണാലിറ്റി ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ. But also requires the element of commonality for it to occur at all. നടക്കാൻ കോമണാലിറ്റി വേണം. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ കോമണാലിറ്റി വേണം എന്നും, എന്നാൽ കമ്മ്യൂണിക്കേഷനിലൂടെ കോമണാലിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡെന്നിസ് മാക്വെയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ അതിൽ ആദ്യം ആരോടായിരിക്കും ചോദിക്കുന്നത്? നമ്മളുമായിട്ട് ഒരു കോമൺനെസ് കീപ്പ് ചെയ്യുന്ന ആള്, എന്തെങ്കിലും കോമണാലിറ്റി ഉള്ളവർ. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ചെന്നിട്ട് ഇന്ന ബസ് പോയോ എന്ന് ചോദിക്കുമ്പോൾ 4-5 പേര് അവിടെ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ ആരോടായിരിക്കും ചോദിക്കുന്നത്? നമ്മളുമായി കോമണാലിറ്റി ഉള്ളവർ, സാമ്യമുള്ളവർ, പൊരുത്തപ്പെടുത്താൻ പറ്റുന്നവർ, സമപ്രായക്കാര്. ആണുങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ആണുങ്ങളോട് ചെന്ന് ചോദിക്കുന്നു, പിന്നെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളോട് ചോദിക്കുന്നു. ഇനി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് മുഖം കാണുമ്പോൾ ഒരു പ്ലീസിങ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ തക്കുന്ന ഒരു മുഖഭാവം കാണിക്കുന്ന ആളുകളോട്, അങ്ങനെയൊക്കെയുള്ള പല ഇത് നമുക്ക് കാണാം. അതൊക്കെ കോമണാലിറ്റി എന്നാണ് പറയുന്നത്. ഈ കോമണാലിറ്റി ഉള്ളവരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ കുറെ ആയി കഴിയുമ്പോൾ അവര് ആശയങ്ങൾ ഒരുപാട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കോമണാലിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കോമണാലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞ ആൾ ഡെന്നിസ് മാക്വെയിൽ എന്നത് ഓർത്തിരിക്കുക. വേറൊരു കൊട്ടേഷൻ ഫെർഡറിന്റെയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മീൻസ് മൂവിങ് ടുവേർഡ്സ് അതേഴ്സ് റാദർ ദാൻ എവേ ഫ്രം. മൂവിങ് ടുവേർഡ്സ് അതേഴ്സ് റാദർ ദാൻ എവേ ഫ്രം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് മൂവ് ചെയ്യുകയാണ്, അല്ലാതെ അയാളിൽ നിന്ന് അകന്നു പോവുകയല്ല എന്നുള്ളതാണ്. ഇപ്പൊ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ചോദ്യം ഒരു കുട്ടിയോട് ചോദിക്കുമ്പോൾ we are actually moving towards that student, not going away from. അല്ലേ? If we ask a question to the student, we are actually not only physically but mentally also we are moving towards that particular student. അല്ലേ? ഒരു കുട്ടിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രത്യേകമായ ഒരു ടാസ്ക് കൊടുക്കുന്നു, ഒരു അസൈൻമെന്റ് നൽകുന്നു, ആ അസൈൻമെന്റ് നന്നായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളൊരു വ്യക്തിയിലേക്ക് അടുക്കുകയാണ്, അല്ലാതെ അകലുകയല്ല എന്ന് പറഞ്ഞ ആള് ഫെർഡർ ആണ്. FERDER, ഫെർഡർ ആണ്. പിന്നെ അലൻ ലൂയിസിന്റെ ഒരു കൊട്ടേഷൻ എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. It's a systematic and continuous process of telling, listening and understanding. ഇവിടെ ഇൻവോൾവ് ഉണ്ട്, എൻഗേജ് ഉണ്ട്, ഇൻഫോം ഉണ്ട്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിലെ പ്രത്യേകതകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി നമുക്കൊരു ഡെഫിനിഷൻ തരുന്ന ഇതാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫോർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ത്രൂ എ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ് ആൻഡ് സൈൻസ്
ഓഫ് ബിഹേവിയർ. സിംബൽസും സൈൻസ് ഒക്കെ ഉപയോഗിച്ച്, അത് കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന അടയാളങ്ങളും സൈൻസും സിംബൽസും. സിംബൽസ് വെർബൽ ആകാം, നോൺ വെർബൽ ആകാം, ഭാഷ ഉപയോഗിക്കാം, അല്ലാതെയും ആകാം. ഇതെല്ലാം ഉപയോഗിച്ച് ഇൻഫോർമേഷൻ പരസ്പരം കൈമാറുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി പറയുന്നത്. ഇനിയും റോബർട്ട് ആൻഡേഴ്സൺ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇന്റർചേഞ്ച് ഓഫ് തോട്ട്സ്, ഒപ്പീനിയൻസ് ഓർ ഇൻഫർമേഷൻ ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ സൈൻസ്. തോട്ട്സും ഒപ്പീനിയൻസും ഒക്കെ ഇൻഫർമേഷനും ഒക്കെ കൈമാറുകയാണ്. സ്പീച്ചിലൂടെ, റൈറ്റിങ്ങിലൂടെ, സയൻസിലൂടെ ഒക്കെ, നോൺ വെർബൽ ആയിട്ടും ഒക്കെ നമ്മൾ കൈമാറുകയാണ്. അതിനെയാണ് ഇനി കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഫക്റ്റഡ് ത്രൂ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ സംസാരം കിട്ടുന്നത്? കേൾവിയിലൂടെയാണ്, ത്രൂ ഇയേഴ്സ്. എന്നാൽ ഞാൻ സ്ക്രീനിൽ കൂടി നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളത് വായിക്കുന്നത് വഴിയാണ്. വായിക്കുന്നത് എങ്ങനെയാണ്? കണ്ണുകൾ ഉപയോഗിച്ചാണ്. അവിടെ നാക്കും ഒരുപക്ഷെ വരാം, അല്പം സംസാരിക്കുകയോടെ ചെയ്യുകയാണെങ്കിൽ ഐസ് ആൻഡ് ടങ് ഇവിടെ വരും. മറ്റേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇയേഴ്സിലൂടെയാണ്. ചിലത് നമുക്ക് കാറ്റടിക്കുമ്പോൾ നമുക്ക് തണുത്ത കാറ്റ് വരുന്നു, സ്കിന്നിലൂടെയാണ് അതറിയുന്നത്. നമ്മുടെ ഒരു കൊതുക് കടിച്ചു, പുറത്തൊരു കൊതുക് കടിച്ചു, എങ്ങനെ മനസ്സിലാകും? കൊതുകാണെന്നൊക്കെ ആ സ്കിൻ നമ്മളോട് പറയും. അതിന്റെ ആവേഗങ്ങൾ ബ്രെയിനിലെത്തി അതവിടെ വിവേചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നതാണ്. കണ്ണുകൊണ്ട് കാണില്ലെങ്കിലും ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കൊതുകാണെന്ന് മനസ്സിലാവും. നമ്മൾ പുറത്തിലൊന്ന് അടിച്ചാൽ മതി, അതങ്ങ് പോകും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഫക്റ്റഡ് ത്രൂ, നമ്മളോട് ചോദിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഫക്റ്റഡ് ത്രൂ ഡാഷ് അവർ സെൻസ് ഓർഗൻസ് എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. സെൻസ് ഓർഗൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതാണ് ഇഫക്റ്റഡ് എന്ന് പറയുന്നത്. ചിലപ്പം ഐസ്, നോസ്, ടങ് എന്ന് ചോദിച്ചിട്ട് ഓൾ ദി എബവ് എന്നൂടെ പറയും. അങ്ങനെയാണെങ്കിൽ ഓൾ ദി എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഡെഫിനിഷൻ മുഴുവൻ ഞാനിപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻസ് കുറച്ച് ഒരു 3-4 ഡെഫിനിഷൻസ് എങ്കിലും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ, ഹൂ സെഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻക്രീസസ് കോമണാലിറ്റി, ഡെനിസ് മാക്വെൽ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രക്രിയയിൽ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, there is an interaction, there is interaction between several skills and skills of the sender and skills of the receiver. ഏതൊക്കെ സ്കില്ലുകളാണ് ഇവിടെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. These are the major skills to be possessed and to be made use of for communication. കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുമായ സ്കിൽസ് ആണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. സോ ഈ സെന്ററിന്റെ ഭാഗത്ത് നിന്നുള്ള സ്പീക്കിംഗ് റിസീവറിന്റെ ലിസണിങ്ങുമായിട്ടായിരിക്കും ചിലപ്പോൾ ബന്ധം. സെന്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലിസണിങ് ആണ്. റിസീവർ സ്പീക്കിംഗ് ആണെങ്കിൽ സെന്റർ ആണ് ലിസണിങ് വരുന്നത്. ഓക്കെ, റിസീവർ റീഡിങ് വരുമ്പോൾ അവിടെ ലിസണിങ് ആയിരിക്കും. റീഡ് ചെയ്യുമ്പോൾ ലിസണിങ്. അതുപോലെ അവിടെ റീഡ് ചെയ്യുമ്പോൾ ഇവിടെ ലിസണിങ് വരാം. അതുപോലെ തിങ്കിങ് വരാം. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ മാട്രിക്സ് ആണ്. ഈ ബന്ധം കാണിക്കുന്ന ഒരു നൂലാമാല പോലെ ഒരു കോംപ്ലക്സ് വെബ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്സ് എന്നാ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിംഗിൾ വേർഡ് ബട്ട് കംപ്രൈസസ് എ കോംപ്ലക്സ് വെബ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്സ് എമംഗ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. ഈ രണ്ട് സൈഡിലും ഇത് വേണം. സെന്റർക്കും ലിസണിങ് സ്കില്ല് വേണം. ലിസണിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നീട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ലിസണിങ് ഒരു മേജർ സ്കില്ലാണ്. ദാറ്റ് ഈസ് ടു ബി പ്രൊസസ്ഡ് ബൈ ബോത്ത് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ്. കുട്ടികൾക്കും അധ്യാപകനും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ലിസണിങ്. സ്പീക്കിങ്ങും വേണം, റീഡിങ് വേണം, റൈറ്റിംഗ്, തിങ്കിങ് വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ്. ഇതെല്ലാം വേണ്ടിയതാണ്. ഇത് രണ്ടിന്റെയും പരസ്പരമുള്ള ബന്ധം കാണിക്കുന്ന ഒരു മെട്രിക്സ് ആണിത്. ഓക്കെ, ഇത് അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓർത്തിരുന്നാണ്.
So what are the various activities involved in the process of communication? Planning, that means preparation for the message. Then encoding, that is preparing the message, converting the original message into symbols. Then channelizing the message, choosing an appropriate channel for sending the message. Then sending the message. Then receiving the message, decoding the message. The decoding means interpreting the message, converting the symbols into original message. Then finally, providing the feedback. Feedback is the response of the receiver as a reply to the message. What is planning? Planning the message. That is preparation for the message. തയ്യാറെടുപ്പുകൾ എന്ന് പറയും planning. For example, if you want to take a class in a college, കോളേജിൽ ഒരു ക്ലാസ് എടുക്കണം, ഒന്നല്ലല്ലോ കണ്ടിന്യൂസ് ക്ലാസ് ആണ് എടുക്കുന്നത്, എങ്കിലും പിറ്റേ ദിവസത്തേക്കുള്ള ടോപ്പിക്സ് ഒന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ you need to plan it in advance. That is preparation. Planning is the entire preparation that we make in order to communicate. So for the preparation part, we need to refer texts, refer internet and the various sources of learning. പഠനത്തിന്റെ വിവിധ സ്രോതസ്സുകൾ റെഫർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മെസ്സേജിനായിട്ട് ഒരുങ്ങുന്നത്, ക്ലാസ് എടുക്കാനായിട്ട് ഒരുങ്ങുക എന്നതാണ് ഇതിന് പറയുന്നത്. പ്രിപ്പറേഷൻ ഫോർ ദ മെസ്സേജ്. ദെൻ പ്രിപ്പയറിംഗ് ദ മെസ്സേജ് എന്ന് പറയും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ലെസൺ നോട്ട്സ് എന്നൊക്കെ പറയും. ക്ലാസ് എടുക്കുന്നവർക്കാണെങ്കിൽ, ടീച്ചേഴ്സിനാണെങ്കിൽ ലെസൺ നോട്ട്സ് എന്നാണ് അതിന് പറയുന്നത്. ലെസൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം. ഇനി സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്നവർക്ക്, BEd ഒക്കെ പഠിച്ചവർ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രിപ്പയറിംഗ് ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവിടെ ലെസൺ പ്ലാൻ ആണ്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയും. അത് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട്, പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന രൂപരേഖയ്ക്ക് പറയുന്ന പേരാണ് പ്ലാൻ എന്ന് പറയും. അപ്പൊ എന്തായാലും നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകളുടെ ഒരു അംശം മാത്രമേ ആകുന്നുള്ളൂ ഈ മെസ്സേജ് എന്ന് പറയുന്ന സാധനം. ആ മെസ്സേജ് ആണ് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിലിരിക്കുന്ന ആശയത്തെ ഒരു മെസ്സേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കോഡിംഗ് എന്ന് പറയും. എൻകോഡിംഗ് എന്ന പ്രോസസ്സിന് പറയുന്ന പേര് എൻകോഡിംഗ്. ഞാൻ എൻകോഡിങ്ങിനെ കുറിച്ച് ഈ ക്ലാസിന്റെ എൻഡിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അത് മനസ്സിലാക്കി തരാം. ഓക്കെ, അത് കൂടുതൽ പഠിച്ചു വെച്ചോണം കേട്ടോ. ഞാൻ അതിന്റെ ഒരു ബേസിക് ഇത് പറഞ്ഞുതരാം. എൻകോഡിംഗ്. സോ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴ് ഒരാളുടെ മനസ്സിലിരിക്കുന്ന ആശയത്തിന്റെ ഒരു ആവിഷ്കാരം സിംബൽസ് ഉപയോഗിച്ച് ആവിഷ്കരിക്കുക. അത് സിംബൽസ് എന്ന് പറഞ്ഞാൽ വെർബൽ സിംബൽ ആകാം, നോൺ വെർബലും ആകാം. ചില ചിത്രങ്ങളോ പടങ്ങളോ ഒക്കെ കാണിച്ചുകൊണ്ട് വേണേലും അത് അവതരിപ്പിക്കാം. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഒരാളിന് കത്തെഴുതുന്നു, നമ്മുടെ മനസ്സിലിരുന്ന ആശയങ്ങൾ ഒരു കത്തായിട്ട് എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള മുഴുവൻ ആശയങ്ങളും കത്തായിട്ട് എഴുതുകയില്ല. കുറച്ച് കാര്യങ്ങളാണ് കത്തിൽ എഴുതുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറഞ്ഞ് നമ്മൾ നേരി കാണുമ്പോൾ സംസാരിക്കാമെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതാണ് കോഡിംഗ് ആണത്. ഇനിയും ഏറ്റവും വലിയ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസില്, ഇന്റലിജൻസില്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്ന ചില പ്രത്യേക കോഡുകളുണ്ട്. സീക്രട്ട് കോഡ്സ് ആണ്, കോൺഫിഡൻഷ്യൽ കോഡ്സ് ആണ്. അതിനും പറയുന്ന പേര്. അപ്പം ഒരു മെസ്സേജിനെ അങ്ങനെ കോഡ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും പറയുന്ന പേര് എൻകോഡിംഗ് എന്നാണ്. അപ്പൊ കൺവേർട്ടിംഗ് ദ ഒറിജിനൽ മെസ്സേജ് ഇൻ ടു സിംബൽസ്, എൻകോഡിംഗ്. ആ എൻകോഡിംഗ് ആരുടെ ജോലിയാണ്? ചിലപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. എൻകോഡിംഗ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ്, സെൻഡർ, റിസീവർ, ബോത്ത്, നൺ. സെൻഡറിന്റെ ജോലിയാണ് എൻകോഡിംഗ്. റിസീവിങ്ങോ ഡീകോഡിങ്ങോ? റിസീവിങ്, ഡീകോഡിങ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് റിസീവറുടെ ജോലിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിനകത്തെ ആദ്യത്തെ 4 പ്ലാനിങ്, എൻകോഡിങ്, ചാനലൈസിങ്, സെൻഡിങ് ദ മെസ്സേജ്, ഈ 4ഉം സെൻഡറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പം എൻകോഡ് ചെയ്ത് മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഇനി എന്താണ് ജോലി? ആ മെസ്സേജ് അയക്കാനുള്ള ഒരു ചാനൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് ചാനലൈസിങ് എന്നാണ്.
choosing an appropriate channel for sending the message. ഇപ്പൊ സാറിന് നിങ്ങൾക്കൊരു ലെസൺ നോട്ട് തരണം. ക്ലാസ് എടുത്തു, ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുത്തത്, നിങ്ങൾക്കൊരു നോട്ട് സാറിന് നിങ്ങൾക്ക് തരണം എന്ന് വിചാരിക്കുന്നു. എടുത്ത ക്ലാസ്സിനെ കുറിക്കുന്ന ഒരു ചുരുങ്ങിയ ആ പോയിന്റ്സ് ചേർത്ത് ഒരു നോട്ട് തരണം. പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അതിന്റെ പോയിന്റ്സ് മാത്രമേ സാർ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അത് അയച്ചു തരണം നിങ്ങൾക്ക്. എങ്ങനെ അയച്ചു തരണം? അത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് തന്നാലും മതി. ഇല്ല എങ്കിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ഒത്തിരി പ്രയാസമാണ്. SMS ആയിട്ട് ചെയ്തു തരാം. ഇച്ചിരി പ്രയാസമാണ് ടൈപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ ക്ലാസ് റൂം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, മെയിലായിട്ട് അയച്ചു കൊടുക്കാം. ഇല്ലെങ്കിലോ ഈ പേപ്പർ കവറിലിട്ട് ബൈ പോസ്റ്റ് 5 രൂപ കൊടുത്താൽ മതി. നമുക്ക് മിനിമം ആണെങ്കിൽ 5 രൂപ മതി, അല്ലെങ്കിൽ കൂടുതലാണ് ഇച്ചിലൂടെ കൂടുതലാവും. ഒരാളിന് അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെ. എല്ലാവർക്കും 30 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 30 പേർക്ക് അങ്ങനെ അയക്കാൻ പറ്റൂല. അപ്പൊ അതിനാണ് നമ്മൾ ഇപ്പോഴൊക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ സൗകര്യപ്രദമായ ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം പോലെ എന്തെങ്കിലും ഒരു ആപ്പൊക്കെ അത് ഇട്ട് അതിനകത്ത് മെമ്പേഴ്സിനെ എല്ലാം ചേർത്ത് അങ്ങനെയാക്കി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പുതിയ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഇവർക്കെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് ഇട്ട് തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒന്നിച്ച് കിട്ടുന്നു. ഇതിനെയൊക്കെയാണ് ചാനലൈസ് ചെയ്യുക. എങ്ങനെ ഇത് അയക്കണം എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ചാനൽ ഫോർ സെൻഡിങ് ദ മെസ്സേജ്, ദാറ്റ് ഈസ് ചാനലൈസിങ്. ചാനൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചാനലിലൂടെ സെൻഡ് ചെയ്യുന്നു. അപ്പൊ ബൈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചാനലാണ്. വാട്സാപ്പിലൂടെ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഓരോന്നും ഓരോ ചാനലാണ്. അതിലൂടെ ഇമെയിൽ എന്ന് പറയുന്ന വേറൊരു ചാനലാണ്. അപ്പൊ ആ ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ സെൻഡ് ചെയ്യുക എന്നുള്ള ഇത്രയും ജോലിയാണ് സെൻഡറുടെ ജോലി. എന്നാൽ അപ്പുറത്ത് റിസീവർ ഇരിക്കുകയാണ്. റിസീവിങ് ദ മെസ്സേജ്, മെസ്സേജ് ആദ്യം റിസീവ് ചെയ്തു, എന്നിട്ട് ഡീകോഡിങ്. അത് ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് എൻകോഡിങ് ആണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് ദ ഒറിജിനൽ മെസ്സേജ് ഇൻ ടു സിംബൽസ് ആണ്. എന്നാൽ തിരിച്ച് ഓപ്പോസിറ്റ് പറയുമ്പോൾ കൺവേർട്ടിംഗ് ദ സിംബൽസ് ഇൻ ടു ഒറിജിനൽ മെസ്സേജ്. അപ്പൊ റിസീവർക്ക് കിട്ടുന്ന ഈ ചുരുങ്ങിയ കാര്യങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തിന് ആ മുഴുവൻ കാര്യവും മനസ്സിലാകണം. അതിനെയാണ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസീവർക്ക് വളരെ പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് ഇന്റർപ്രിട്ടേഷൻ എബിലിറ്റി എന്ന് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് നമ്മൾ അതിന് മറുപടി കൊടുക്കണം. പ്രൊവൈഡിങ് ദ ഫീഡ്ബാക്ക്, റെസ്പോൺസ് ഓഫ് ദ റിസീവർ ആസ് എ റിപ്ലൈ ടു ദ മെസ്സേജ്. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദ കമ്മ്യൂണിക്കേറ്റർ, ദ സെൻഡർ ഹാസ് എ significant role in making communication so effective and impressive. ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആക്കാൻ, എസ്പെഷ്യലി ഇൻ എ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഒരു ക്ലാസ് റൂം ഏത് കമ്മ്യൂണിക്കേഷൻ ആയിക്കോളട്ടെ, അതിന്റെ സെന്ററിന്റെ റോൾ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ആ സെന്റർ ആണ് ടീച്ചറിന്റെ എബിലിറ്റി, ടീച്ചറിന്റെ കോമ്പിറ്റൻസ്, സ്കിൽ ആൻഡ് ഓൾ അതർ ക്വാളിറ്റീസ് ആർ ആക്ച്വലി ബീങ് made use of for making the communication impressive. അതിനെ അങ്ങനെ പറയും. The nature, abilities and personality characteristics of the sender makes the communication expressive എന്ന് പറയും. നമ്മൾ ഇംപ്രസീവ് എന്ന് ഇവിടെ പറഞ്ഞത് എക്സ്പ്രസീവ് എന്ന് ചേർത്ത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. So what do you mean by expressive communication? The nature, abilities and personality characteristics of the sender makes communication expressive. Then that communication is called expressive communication. അല്ലെങ്കിൽ ചത്തതുപോലെ ചിലർ പറയത്തില്ലേ, ഓ ഒരു ചത്ത ക്ലാസ്, ഒരു ചതഞ്ഞ ക്ലാസ്, ഒരു എന്താ പറയുന്നത്, അതിനൊരു ജീവനില്ലാത്ത ക്ലാസ് എന്നൊക്കെ പറയും. എന്നാൽ ചില അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, വളരെ ലൈവ് ക്ലാസ്, ടച്ചിങ് ക്ലാസ്, ഇംപ്രസീവ്, സോ ഇംപ്രസീവ്. അതിനെയാണ് നമ്മൾ എക്സ്പ്രസീവ് എന്ന് പറയുന്നത്. എക്സ്പ്രസീവ്, വളരെ പ്രകടനാത്മകമായ ക്ലാസ്സിനെ അങ്ങനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ് ആണ്. അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് ചില കാര്യങ്ങളാണ്. വിച്ച് ഈസ് ഓൺ ഗോയിങ് ആൻഡ് ഓൾവേസ് ഇൻ മോഷൻ. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇറ്റ്സ് ഓൺ ഗോയിങ്, എവർ ഗോയിങ് ആണ്. എല്ലാം എപ്പോഴും കണ്ടിന്യൂയിങ് ആണ്, തുടരുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട്.
That communication is a process means it is always in motion, constantly moving forward and changing continuously. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ വന്നിട്ട് എത്ര നാളെ ആയിട്ടുള്ളൂ. പണ്ട് കാലത്ത് പത്രങ്ങൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫോക്ക് സോങ്സ്, ഫോക്ക് പിക്ചേഴ്സ്, ഫോക്ക് ഡാൻസസ്, ഫോക്ക് തിയേറ്റർ തുടങ്ങിയുള്ള പുരാതനമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ, നാടൻ പാട്ടുകൾ, നാടോടി നൃത്തം, ഇങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളിലൂടെയാണ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പത്രങ്ങളായി, പ്രിന്റ് മീഡിയ വന്നപ്പോഴത്തേക്ക് പത്രം, പുസ്തകങ്ങൾ ഒക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ ആൻഡ്രോയിഡ് ഒക്കെയുള്ള വലിയ വലിയ സംവിധാനങ്ങളുള്ള, നമുക്ക് ഓൺ ദ വേ പോകുന്ന വഴിയിൽ തന്നെ മെയിൽ നോക്കാനും നെറ്റ് സെർച്ച് ചെയ്ത് നമുക്ക് അറിവ് സ്വാംശീകരിക്കാനും, ക്ലാസ് മുറിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ററാക്റ്റീവ് ബോർഡുകളൊക്കെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ക്ലാസ്സിൽ ഉണ്ട്. നമുക്ക് അവിടെ തന്നെ നെറ്റ് നോക്കി എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് മൂവിങ് ഫോർവേഡ് ആൻഡ് ചേഞ്ചിങ് continuously and developing also. One cannot freeze communication at any one moment. നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷനെ ഫ്രീസ് ചെയ്ത് നിർത്താൻ പറ്റൂല. നമുക്ക് അങ്ങനെ ഫ്രീസ് ചെയ്യണേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഫ്രീസ് ചെയ്യാൻ കഴിയണം. No, it is impossible. It is continuous and always moving. It is dynamic also. Dynamic എന്ന് പറഞ്ഞാൽ എവർ ചേഞ്ചിങ് ആണ്. കണ്ടിന്യൂസ് ആണ്, എവർ ചേഞ്ചിങ് ആണ്. ഇവിടെ എൻകോഡിങ് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കോഡിഫൈ, എൻകോഡിംഗ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. കോഡിഫൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ട്രീ എന്നൊരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ, ട്രീ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രീയും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത് കോക്കനട്ട് ട്രീ. ഇതിപ്പോ കോക്കനട്ട് ട്രീ അല്ല. കോക്കനട്ട് ട്രീ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ തെങ്ങിന്റെ ഒരു രൂപം വന്നു. അതിൽ തേങ്ങയൊക്കെ കാണുമായിരിക്കാം. ഓക്കെ, ഒരു കോക്കനട്ട് ട്രീ എന്ന ഒരാളിനോട് പറഞ്ഞപ്പോൾ ആ ആള് കോക്കനട്ട് ട്രീ എന്ന് ചെവിയിലൂടെ കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കോക്കനട്ട് ട്രീയുടെ ഒരു പടം ഇങ്ങനെ വന്നു. ഇവിടെ പടം കൊടുത്തില്ല, പടം കാണിച്ചില്ല, കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് പ്രയർ എക്സ്പീരിയൻസ് ഉണ്ട്. കോക്കനട്ട് ട്രീ അവരുടെ വീട്ടിലുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലാം അറിയാം. അതുകൊണ്ട് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ കോക്കനട്ട് ട്രീ എന്ന പടത്തിന് പകരമാണ് ഇദ്ദേഹം കോക്കനട്ട് ട്രീ എന്ന വാക്ക് ഉപയോഗിച്ചത്. ആ വാക്കിലേക്ക് അതിനെ മാറ്റുക എന്ന് പറയുന്നതാണ്, സിംബൽസിലേക്ക് മാറ്റുക എന്ന് പറയുന്നതാണ് എൻകോഡിങ്. കോഡിഫൈയിങ് എന്ന് പറയും, ദാറ്റ് ഈസ് എൻകോഡിങ്. എന്നിട്ട് ആ എൻകോഡഡ് വേർഡ് ആണ് അങ്ങോട്ട് കൊടുത്തത്, കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ കേട്ട ആള് കോക്കനട്ട് ട്രീ എന്ന് കേട്ടു, അത് സിംബലാണ്. അതിനെ യഥാർത്ഥ കോക്കനട്ട് ട്രീ ആയിട്ട് അദ്ദേഹം മനസ്സിൽ കണ്ടു. അതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് തരത്തിൽ സിംബൽ കൊടുത്താലും അത് മനസ്സിലാക്കാൻ ഒരു കഴിവ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു 2-3 എക്സാമ്പിൾ നോക്കാം. 2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസംബറിൽ. ഇഫ് സ്ട്രീമേഴ്സ് ഈസ് കോഡഡ് ആസ് UVTGALDQR, then knowledge will be coded as. ഏതാണെന്ന് നമുക്കറിയണം അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനങ്ങ് പറയുകയാണ്. ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു കോഡഡ് വേർഡ് ആണെങ്കിൽ ആദ്യത്തെ അക്ഷരങ്ങൾ എടുക്കുക. സ്ട്രീമേഴ്സിന്റെ എസ്, UVTയുടെ യു, എസ് യു ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ STU തേർഡ് ലെറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അത് ശരിയാണോ എന്നറിയാൻ അടുത്തുകൂടെ നോക്കണം. TUV അപ്പൊ ഫോർവേഡ് ആയിട്ട്, ചില ബാക്ക്വേർഡും വരും, ഇവിടെ ഫോർവേഡ് ആയിട്ട് തേർഡ് ലെറ്റർ ആണ് TUV. പിന്നെ RST എല്ലാം കറക്റ്റ് ആണ്. EFG എല്ലാം കറക്റ്റ് ആണ്. തേർഡ് രണ്ടെണ്ണം നോക്കിയാൽ മതി, നമുക്കറിയാം. തേർഡ് ലെറ്റർ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നോളജിന്റെ ഫസ്റ്റ് ലെറ്റർ K ആണ്. KLM, M ആണ് ആദ്യത്തെ ലെറ്റർ. എങ്കിൽ M ചേർന്നുള്ള എയും ഉണ്ട്, ബിയും ഉണ്ട്. സിയും ഡിയും M അല്ലല്ലോ, അതുകൊണ്ട് സിയും ഡിയും നമ്മളങ്ങ് ആദ്യം തന്നെ ഒഴിവാക്കുക. അപ്പൊ AB ഇത് രണ്ടിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ അടുത്ത ലെറ്ററോട് നോക്കണം. NOP, MNOP എന്നാണ്. N കഴിഞ്ഞ് OP ആണ്. P എന്ന് പറയുന്ന B ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് P. പിന്നെ നോക്കേണ്ട കാര്യമില്ല. OPQ, WXY
എല്ലാം കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഇനി അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, LD. അപ്പൊ തീർച്ചയായിട്ടും ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ജൂണിൽ 2009 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറൊരു ടെക്നിക്കാണ്. ഇൻ എ സർട്ടൻ കോഡ് ക്ലോക്ക് ഈസ് റിട്ടൺ ആസ് KCOLC. ഹൗ സ്റ്റെപ്സ് ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ് എന്നാണ്. ക്ലോക്കിനെ ഓപ്പോസിറ്റ് ആയിട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ്? KCOLC എന്നാണത്. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പം ബാക്കിലോട്ടുള്ളതോ ഫോർവേഡ് ആയിട്ടുള്ള ലെറ്ററോ ആണോ, അടുത്ത ലെറ്റർ ആണോ, മൂന്നാമത്തെ ലെറ്റർ ആണോ? ചിലപ്പോൾ രണ്ടാമത്തെ പോതും അടുത്തത് മൂന്നാമത്തേതാവും, അടുത്തത് നാലാമത്തെ, അടുത്ത അഞ്ചാമത്തെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്താണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ SPETS എന്ന് വരും. SPETS. അതിവിടെ C ആണ്. SPETS അവിടെ C ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, CSPETS. അത് ഫ്രം വേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ റിവേഴ്സ് ഓർഡർ എന്നാണ്. ഫോം ലെറ്റേഴ്സ് വിത്ത് റിവേഴ്സ് ഓർഡർ. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ജൂലൈ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ സർട്ടൻ കോഡ് സിലക്ഷൻ ഈസ് കോഡഡ് ആസ് QCJCARGML. then code of Americans will be. സിലക്ഷന്റെ കോഡ് S കഴിഞ്ഞ് Q ആണ് വരുന്നത്. SQ വരണമെങ്കിൽ QRS എന്നാണ്. SRQ എന്ന് പറയണം. SRQ ബാക്കിലേക്കാണ്. ബാക്കിലേക്ക് മൂന്നാമത്തെ ലെറ്റർ ആണ് ഇവിടെ. FEDC LKJ നമുക്ക് ബാക്കിലേക്ക് പറയാൻ കഴിയണം. ബാക്കിലേക്ക് പറയാൻ നിങ്ങളൊന്ന് പഠിച്ച് വെക്കാൻ പെട്ടെന്ന് പഠിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. എങ്കിലും എഴുതി വെച്ചിട്ടൊന്ന് വായിച്ചാൽ മതി. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ZYX WVUT SRQP ONMLKJI SGFEDCBA. ഇതാണ് ബാക്കിലേക്ക് പറയേണ്ടത്. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ZYX WVUT SRQP ONMLKJI SGFEDCBA. നമുക്ക് ശരിക്കും പഠിക്കാമെങ്കിൽ ഒറ്റ ശ്വാസത്തിന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻസ് എങ്ങനെ നമ്മൾ ബാക്കിലേക്ക് പറയണം? എയുടെ ബാക്ക് ലെറ്റർ എന്ന് പറഞ്ഞാൽ Z ആണ്. Z കഴിഞ്ഞ് അടുത്ത ലെറ്റർ Y ആണ്. അപ്പൊ തേർഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ Y ആണ്. Y കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് Y കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ 1ഉം 4ഉം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത M കൂടെ നോക്കണം. ONMLK ആണ് അടുത്തത്. MLK അപ്പൊ K ആയിട്ട് വരുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വേറൊന്നും നോക്കേണ്ട കാര്യമല്ല. അപ്പൊ ഏതാണ് അതിനകത്തെ കോമൺ പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം അത് പഠിക്കാൻ. തീർച്ചയായിട്ടും കുറെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ക്ലൂ പിടികിട്ടും. അപ്പൊ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു അസൈൻമെന്റ് ഞാൻ തരികയാണ്. ഒരു അസൈൻമെന്റ് തരികയാണ്. ജൂലൈ 16 ചോദിച്ചതാണ്. A is sister of B. F is daughter of G. C is mother of B. D is father of C. E is mother of D. ഒത്തിരി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. അത് എഴുതാൻ പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. A is related to D as. എയും ഡിയും തമ്മിലുള്ള ബന്ധം അതാണ്. എന്ന് പറഞ്ഞാൽ A ഡിയോട് ഏത് ബന്ധത്തിലാണ്? എയുടെ ബന്ധമാണ് ഇവിടെ പറയേണ്ടത്. A ഡിയുടെ ആരാണ് എന്നാണ് ഇവിടെ പറയേണ്ടത്. അപ്പൊ അതിന് ബാക്കി ബന്ധങ്ങളെല്ലാം നോക്കണം. കുറച്ച് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കൂടുതൽ ഇവിടെ തന്നിട്ടുണ്ടാവും. അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ചെറിയ ചേഞ്ചിന് വേണ്ടി നമുക്കൊരു 4 വരി പാട്ട് ഒന്ന് പാടിയിട്ട് സന്തോഷത്തോടുകൂടി ഈ സെഷൻ പ്രസന്റേഷൻ അവസാനിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ആവണം. നിങ്ങൾ വിട്ടുപോകരുത്, എക്സിറ്റ് ആയി പോകരുത്. ഒന്ന് ഒരു ഇച്ചിരി വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ എടുക്കാവൂ. കൃത്യം 5 മിനിറ്റിന് തന്നെ നമുക്ക് ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒന്നിച്ചൊന്ന് പാടാം. നിങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണെന്ന് എനിക്കറിയാം. നമുക്ക് ഒന്നിച്ചതൊന്ന് പാടാം. റൺ ബേബി റൺ എന്ന പടത്തിലെ മോഹൻലാൽ തന്നെ പാടിയ ഒരു ഗാനമാണിത്. ആറ്റുമണൽ പായയിൽ
അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലം മിന്നിയ നീർമണി നീറാതെ നീറുന്നോരോർമ്മ തന്നെ തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി. നിന്നെ കാത്തി തീരത്തെന്തേ മോഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. മൺവഴിയിൽ പിൻവഴിയിൽ കാലചക്രമോടവേ കുന്നിലങ്ങൾ പൂമരങ്ങൾ എത്രയോ മാറിപ്പോയി. മൺവഴിയിൽ പിൻവഴിയിൽ കാലചക്രമോടവേ കുന്നിലങ്ങൾ പൂമരങ്ങൾ എത്രയോ മാറിപ്പോയി. കാണേ നൂൽപ്പുഴ എങ്ങോ മാഞ്ഞു നീരൊഴിഞ്ഞ വെൺമണലിൻ തോണി പോലെയായി ഞാൻ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലം മിന്നിയ നീർമണി നീറാതെ നീറുന്നോരോർമ്മ തന്നെ തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി. നിന്നെ കാത്തി തീരത്തെന്തേ മോഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.
Hello. Thank you. Thank you so much. Yes, sir. Thank you. Thank you. Thank you for your comment. Great feedback. Nice. Super. Super. Like that. Okay. Thank you. Thank you very much. എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ കാണാൻ പറ്റും. ചാറ്റ് ബോക്സ് കാണാം. ഷൈനി, എന്താണ്, ജൂഡിറ്റ്സ് അല്ലേ, ജൂഡിറ്റ്സ്, വന്ദന, ഫൗസിയ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇനിയും ഇതിന്റെ ആൻസറുകൾ ചാറ്റ് ബോക്സിലോട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന. സി എന്നൊക്കെ പറയുന്നത് സി ഇട്ടാൽ മതി. അത് മൊത്തത്തിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. വേർഡ് മാത്രമാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes, sir. കാണാം. Okay, okay. The term communication is originated from communic, communal, commune, commutec. ഏതാണ് correct answer? Commune. See. Voice idanda. Okay, very good, very good. Atul, Rashmi, Nimisha. Dr. Shalini. Hello. Dr. Shalini. Sir. ഒരു വോയിസ് ഇട്ടൊന്ന് സംസാരിച്ചേ. വളരെ സന്തോഷം. Okay, okay. You are a PhD holder or doctor? Yes, sir. I'm a PhD. PhD. Yes, sir. Okay. In Kerala or outside Kerala? No, sir. Kerala itself. Kerala itself. Oh, you can understand Malayalam. No problem. Okay. ഞാൻ പേര് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു പക്ഷേ വെളിയിൽ നിന്നുള്ള ആളാണെന്ന് ഓർത്തു. ഗൗരി കൃഷ്ണ, ദീപ. ഓക്കെ, കമ്മ്യൂൺ ഞാൻ 3 വാക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കും. Who said communication is moving towards others rather than away from? Okay, B ആണ് correct. B ആണ്. Who said communication is moving towards others rather than away from? Ambali, Anu, Nimisha, Rashmi. Rashmi yes. Rashmi ഏത് രശ്മിയാണ്? എന്റെ സ്റ്റുഡന്റ് രശ്മി ഒന്നും അല്ലല്ലോ. കാവ്യ, കവിത, ദീപ. ഹലോ രശ്മി. സർ, ഞാൻ പത്തനംതിട്ടയാണ്. SL സ്റ്റുഡന്റ് അല്ല. പത്തനംതിട്ട എവിടെയാണ്? പത്തനംതിട്ട പന്തളം. പന്തളവും പത്തനംതിട്ട എവിടെ കിടക്കുന്നു? അതിനുള്ളിലാണ് ഞാന്. അതെയോ? അതിനുള്ളിലാണ് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഞാൻ കേട്ടോ. ഞാന് അമ്പലക്കടവ് സാറേ. അമ്പലക്കടവ്. അമ്പലക്കടവോ? അപ്പൊ പിന്നെ വളരെ അടുത്താണ് കേട്ടോ. അമ്പലക്കടവിൽ എവിടെയാണ്? അമ്പലക്കടവില് ചാങ്ങേത്ത് ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് സാർ. ചാങ്ങേത്ത് ഹോസ്പിറ്റൽ, അതെല്ലാം അറിയാം. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, എനിക്ക് സന്തോഷം സാർ. ഓക്കെ, താങ്ക് യു. നമുക്കിനി കൂടുതൽ പരിചയപ്പെടാം. ഇനിയും ക്ലാസ്സുകൾ ഉണ്ടല്ലോ. താങ്ക് യു. ഓക്കെ, രാജേഷ്, സുജ, ജെയ്മി, ഇവരെല്ലാം ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? Communication is as strong as our basic need. The need for communication can be traced from the evolution of mankind. അതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ കറക്റ്റ് വേർഡ് തന്നെയാണ്. Communication is a necessity for human survival. അതും കറക്റ്റ് ആണ്. Animals do not have the ability of communication. ഏതാണ്? വെരി ഗുഡ്. ശാലിനി, രാജി, ശ്യാം, ഗൗരി, രാജേഷ്, ഡോക്ടർ ശുഭ, അടുത്ത ഡോക്ടറേറ്റ് ഹോൾഡർ. ഡോക്ടർ ശുഭ ഒരു വോയിസ് ഇട്ടേ. ഡോക്ടർ ശുഭ, താങ്ക് യു വെരി മച്ച്. വിച്ച് സബ്ജക്ട്? ഹിന്ദിയാണ് സർ. ഹിന്ദിയാണ്. വെരി ഗുഡ്. അപ്പം ഡോക്ടറെ PhD ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റിന് എക്സംഷൻ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാലും സന്തോഷത്തിന് ചേരുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. നെറ്റ് എഴുതുക എന്നുള്ളതാണ്. നെറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ ആയിരിക്കും. വെരി ഗുഡ്, വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. ഡി ആണ് കറക്റ്റ് ആൻസർ. സീനത്ത്, വിനേഷ്, ദേവിക, അശ്വതി, ഷൈനി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ. വളരെ മിടുക്കരാണ് നിങ്ങൾ. ക്ലാസ് വളരെ ശ്രദ്ധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഈസ്, ഞാൻ പറഞ്ഞ കാര്യമാണ്, കോൺസ്റ്റന്റ്ലി മൂവിങ്, ഓൾവേസ് പ്രോഗ്രസിങ്, എവർ വൈഡനിങ്, ഓൾ ദ എബവ്. വെരി ഗുഡ്. വിദ്യ, കാവ്യ, ഡോക്ടർ ശാലിനി, അതുല്യ, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ്. ഞാനതെല്ലാം നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നതാണ്. Then blackboard can be an effective means of communication for a teacher provided. ബ്ലാക്ക്ബോർഡിനെ കുറിച്ച് ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ ലേണിംഗ് എയ്ഡ്സ് പറയുമ്പോൾ അത് പറഞ്ഞു തരുന്നുണ്ട്.
ഇപ്പൊ തൽക്കാലം ഇതൊന്ന് പരിചയപ്പെട്ടിരുന്നാൽ മതി. ബ്ലാക്ക് ബോർഡിന്റെ 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ്. ബ്ലാക്ക് ബോർഡിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. While using blackboard, we should remember the content is to be well planned, the space needs to be properly used, the letters are of adequate size and legible. ഇതെല്ലാം കറക്റ്റ് വേണ്ടിയതാണ്. അതുകൊണ്ട് തന്നെ all the above ആണ് കറക്റ്റ്. ഡി, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്യാം ശങ്കർ, കാവ്യ, രശ്മി, അശ്വതി എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. Which among the following is an example of verbal communication? അത് ഞാൻ പറഞ്ഞു തന്നു, എക്സാമ്പിൾ പറഞ്ഞു തന്നാണ്. ഒന്ന് കേട്ടോണ്ടാ മതി. ആക്ടിങ് എ ഡ്രാമ, വേർബൽ എന്ന് പറയാൻ പറ്റൂല. റേഡിയോ ലെസൺ നോക്കുക. എ പബ്ലിക് സ്പീച്ചിന് ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, കൈയും കാലും ഒക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. എ ക്ലാസ് ബൈ എ ടീച്ചറും ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ആക്ഷനും കാണാൻ പറ്റാത്തത് ഏതിനാണ്? വെരി ഗുഡ്. രശ്മി, വിദ്യ, ഡോക്ടർ ശുഭ എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. റേഡിയോ ലെസൺ. റേഡിയോ ലെസൺ എന്ന് പറഞ്ഞാല് നമുക്കൊരു ആക്ഷനോ ആളിനെയോ ഒന്നും കാണാൻ പറ്റൂല. അതേസമയം വീഡിയോ ലെസൺ ആണെങ്കിൽ വേർബൽ എന്ന് പറയാൻ പറ്റൂല, ചിലപ്പോ അതിന് ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. റേഡിയോ ലെസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. രാജേഷ്, ലിലിയ അല്ലെ, ലിലിയ ജോൺസ്, വെരി ഗുഡ്. ലിലിയ ജോൺസ്, നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ കണ്ടതായിട്ട് കണക്കാക്കുക കേട്ടോ. വന്ദന, ദേവിക, താങ്ക് യു വെരി മച്ച്. Which of the following is an example of non-verbal communication? A dumb asking for help. അത് കറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ. എ സ്കിറ്റ് തെറ്റാണ്. സ്കിറ്റിന് വേർബൽ ഉണ്ട്, നോൺ വേർബൽ മാത്രം അല്ലല്ലോ. സ്കിറ്റ് തെറ്റാണ്. മൈം കറക്റ്റ് ആണ് അല്ലേ, മൈം ഞാൻ പറഞ്ഞു തന്നതാണ്. ദെൻ റിസൈറ്റിംഗ് എ പോയം എന്ന് പറഞ്ഞാൽ വേർബൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് കറക്റ്റ്? 1 only, 1, 2 and 3, 1 and 3 all are correct. സി ആണ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അനു, ദേവിക, ലക്ഷ്മി ആൻഡ് നിമിഷ, ഓ എല്ലാവരും മിടുക്കരാണ് കേട്ടോ. ഷൈനി, സുജ, രശ്മി, വെരി വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2 സ്റ്റെപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ആൻസർ 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ പിന്നെ ഏതെന്ന് ചോദിച്ചുള്ള 2 സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Who said communication is a process that increases commonality? കോമണാലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞത് ആരാണ്? മക്വെയിൽ. സി ആണ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സി ആണ് കറക്റ്റ്. ഓക്കെ. Which among the following teaching aids is less expensive? ഈ പറഞ്ഞ ടീച്ചിങ് എയ്ഡ്സിൽ, അത് ഞാൻ ടീച്ചിങ് എയ്ഡിലും അത് പറയാം, ഇവിടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളെ. ഇപ്പോഴ് കമ്പ്യൂട്ടർ, LED ടെലിവിഷൻ, OHP, ഫിലിം പ്രൊജക്ടർ, ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, അതുകൊണ്ടാണ്. ഇവിടെ കറക്റ്റ് വിദ്യ, അശ്വതി, നിമിഷ, ഓക്കെ എല്ലാവരും കറക്റ്റ് പറഞ്ഞു. OHP ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. OHP കണ്ടിട്ടുണ്ടോ? OHP കണ്ടിട്ടുണ്ടോ? OHP സാർ അനു ചോദിച്ചിരിക്കുന്നു. OHP ഡോക്ടർ ശാലിനി OHP എന്ന് പറഞ്ഞു. OHP ഇതാണ് OHP എന്ന് പറയുന്നത്. ഓക്കെ. B.Ed ഒക്കെ പഠിച്ചവർക്ക് OHP പരിചയമായിരിക്കും. ഇത് ഓവർഹെഡ് പ്രൊജക്ടർ എന്ന് പറയും. ഇതിന് താഴെ ഒരു ബേസ് ഉണ്ടല്ലോ, ആ ബേസിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അതിന്റെ ടോപ്പിലുള്ളത്. അതിന്റെ അടിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ബൾബുണ്ട്. ആ ബൾബിലൂടെ മുകളിൽ ബൾബ് ഓൺ ആകുമ്പോൾ, കത്തുമ്പോൾ അവന്റെ മുകളിൽ നമ്മളൊരു ട്രാൻസ്പെറൻസി ഷീറ്റ് വെക്കും. അത് നേരെ വെച്ചാൽ മതി, നമ്മൾ വായിക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. അതാണ് ഇതിന്റെ ഗുണം. എന്നിട്ട് അത് മേലേക്ക് പ്രൊജക്ട് ചെയ്ത് മേളിൽ V പോലെയുള്ള 2, ഒന്ന് ലെൻസും ഒന്ന് മിററുമാണ്, രണ്ടും അതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ ലെൻസ്, മുകളിൽ മിററുമാണ്. എന്നിട്ട് അത് നമ്മുടെ ബാക്കിൽ ഓവർ ദ ഹെഡ് ഓഫ് ദ ടീച്ചർ. കണ്ടിട്ടില്ല? ലിലിയ കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇനി നെറ്റിലോട്ട് കയറിയ OHP എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസ് ഓഫ് OHP എന്ന് കൊടുത്ത എ നമ്പർ ഓഫ് OHP നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴതിന്റെ ഉപയോഗം ഇല്ല. കാരണം LED ഈ നമുക്ക് ഇത് പ്രൊജക്ടർ വന്നപ്പോഴത്തേക്കും, നമ്മൾ പറയുന്നത് LED പ്രൊജക്ടറുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രൊജക്ടറുകൾ ഇപ്പൊ വന്നപ്പോഴത്തേക്കും ഈ പ്രൊജക്ടറിന് സ്ഥാനമില്ലാതെയായി. കാരണം ലാപ്പൊക്കെ കണക്ട് ചെയ്തും കമ്പ്യൂട്ടർ കണക്ട് ചെയ്തും ഒക്കെ നമുക്ക് മറ്റേ പ്രൊജക്ടർ ഉപയോഗിക്കാവുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ. ഇത് നമ്മുടെ ദിസ് ഇമേജ് ഈസ് പ്രൊജക്റ്റഡ് ഓവർ ദ ഹെഡ് ഓഫ് ദ ടീച്ചർ എന്നാണ് പറയുന്നത്. ഓവർ ദ ഹെഡ് ഓഫ് ദ ടീച്ചർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഓവർ ഹെഡ് പ്രൊജക്ടർ. അപ്പം സാർ നേരെ നിന്ന് പഠിപ്പിക്കുമ്പോൾ തല കൊണ്ട് മറയില്ല, മുകളിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. സാറിന്റെ ബാക്കിലാണ്, ടോപ്പിലാണ്. എന്നിട്ട് സാറിന് ഈ വെച്ചിരിക്കുന്ന ട്രാൻസ്പെറൻസി നോക്കി തന്നെ നമുക്ക് നോട്ട് പോലെ നോക്കി നമുക്ക്
ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യാം. മറ്റു മാർക്കർ പേന കൈ ഇരുന്നാൽ അണ്ടർലൈൻ ചെയ്യാം, ആ ഓൺ ദ സ്പോട്ട് അണ്ടർലൈൻ ചെയ്യാം, ടിക്ക് കൊടുക്കാം, ഒക്കെ ചെയ്യാം. നമുക്ക് അവിടെ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. അതൊക്കെ വലിയ ഉപയോഗപ്രദമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When verbal and non-verbal messages are contradictory, it is said that most people believe in. 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വെർബലും നോൺ വെർബൽ മെസ്സേജസ് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന സമയത്ത് ഏതാണ് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ആളുകളിൽ എന്നാണ് ചോദ്യം. ഇത് പലരും ഇങ്ങനെ ക്യാമ്പുകളിലൊക്കെ ഇത് പരിശീലനം നമുക്ക് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറയും കേട്ടോ. പറയുന്നത് പോലെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് നമ്മൾ പറയും നെറ്റിക്ക് തൊടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിക്ക് ഇങ്ങനെ തിരുമുക, താടിക്ക് പിടിക്കുക എന്നൊക്കെ പറയും. താടിക്ക് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെള്ളക്ക് ഇങ്ങനെ തിരുമും. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് നല്ല പവർഫുൾ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്നാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് താടിക്ക് പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ താടിക്ക് ചെള്ളക്ക് തിരുമ്മിപ്പോവും. അപ്പൊ നമ്മള് കേട്ട കാര്യമല്ല ഇപ്പൊ ചെയ്തത്, പക്ഷെ കണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് താടിക്ക് പിടിക്കുക എന്നാണ്. അപ്പൊ അതാ വെർബൽ എന്ന് പറഞ്ഞത്. പക്ഷെ നോൺ വെർബൽ ഞാൻ കാണിച്ചു തന്നത് ചെള്ളക്ക് തിരുമുകയായിരുന്നു. അപ്പൊ വെർബലും നോൺ വെർബലും തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ട് വരികയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ ഇഫക്റ്റ് എന്നാണ് ചോദ്യം. നോൺ വെർബൽ മെസ്സേജസിനാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഇത് സിമ്പിൾ ആണ് അല്ലേ? അമ്പിളി വളരെ സിമ്പിൾ ആണല്ലേ? അശ്വതി, രശ്മി, രേഷ്മ, ഗൗരി, കാവ്യ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. മിടുക്കരാണ്. വെരി ഗുഡ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഫക്റ്റഡ് ത്രൂ. അത് ഞാൻ പറഞ്ഞു തന്നല്ലേ? ഏതാണ്? വെരി ഗുഡ്. അമ്പിളിയാണ് ആദ്യ ഉത്തരം നൽകിയത്. ഓൾ ദി അബോവ് ആണ്. ഇയേഴ്സ്, ഐസ്, ടങ്, ഓൾ ദി അബോവ്. അതുൽ, ശ്യാം, കാവ്യ, ദേവിക, ഡോക്ടർ ശുഭ, സുജ, ലിലിയ എല്ലാവരും കറക്റ്റ് ആണ്. വെരി ഗുഡ്, താങ്ക് യു. ടീച്ചിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണോ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണോ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണോ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണോ? ടീച്ചിങ് ഇവിടെ പറയുമ്പോൾ വെർബൽ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റൂല, നോൺ വെർബലും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് അല്ല, മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല. മാസ് പറഞ്ഞ ആള് ഷൈനി അല്ല, ഓർത്തിരിക്കണം. ഗ്രൂപ്പ് ആണ് കറക്റ്റ്. ഓക്കെ, ജൂഡിത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഫെമിത പുതിയ ആളാണ്. ജെയ്മി പുതിയതായിട്ട് വന്നു, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അനു, സുജ, വന്ദന. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ക്ലിയർ ആവും. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് വേറൊരു പേരൂടെ പറയും കേട്ടോ. ഇതിന് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിളിക്കും. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് കൊടുത്തിട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും പറഞ്ഞിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? ഇവിടെ ഒന്ന് എഴുതി കാണിച്ചേ എന്നോട്. ഒരാൾ എഴുതി കാണിച്ചാൽ മതി. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണോ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണോ? വിച്ച് എവർ ഈസ് പ്രിഫറബിൾ, ഏറ്റവും പ്രിഫറബിൾ. ഫേസ് ടു ഫേസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതുലാണ് ആദ്യം പറഞ്ഞത്. ഡോക്ടർ ശാലിനി, അമ്പിളി, അശ്വതി. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്തിരുന്നുണ്ടാ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസിലെല്ലാം ഉണ്ടാകേണ്ട ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ആൻസർ ആണെന്ന് തോന്നും. ആദ്യത്തേത് വായിക്കുമ്പോൾ ആൻസർ ആണെന്ന് തോന്നിയാൽ കയറി അത് ആൻസർ ചെയ്ത് കളയരുത്. 4ഉം വായിക്കേണ്ട കേസുകൾ ഉണ്ടാവും. ആ 4ൽ ഏതാണ് ഏറ്റവും വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഫേസ് ടു ഫേസ് ആണ് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫംഗ്ഷൻ ഓഫ് മെസ്സഞ്ചർ. മെസ്സഞ്ചർ എന്ന് ഇവിടെ വിളിക്കുന്നത് സെന്ററെയാണ്. സെന്റർ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുമ്പോൾ അങ്ങനെ ബ്രാക്കറ്റിൽ തരൂല്ല. മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ സെൻസ് മെസ്സേജ് എന്നാണ് ഓർക്കേണ്ടത് കേട്ടോ. ഉത്തരം നൽകി കഴിഞ്ഞു. എനിക്ക് പറയാൻ അവസരം തരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം നൽകി കഴിഞ്ഞു. വളരെ മിടുക്കരാണ്. ടു ഡെവലപ്പ് മെസ്സേജ്, ടു എൻകോഡ് മെസ്സേജ്, ടു ട്രാൻസ്മിറ്റ് മെസ്സേജ്, ഇത് 3ഉം ചെയ്യേണ്ടത് ഒരാൾ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് റിസീവറുടെ 2 എണ്ണം തന്നിട്ട് ഓൾ ദ എബോവും കൂടെ തന്ന് തെറ്റിക്കാൻ തരും. ഉടനെ നോക്കിക്കോണം കേട്ടോ. ലതിക മണിക്കുട്ടൻ. വെരി ഗുഡ്, വെരി ഗുഡ്. പുതിയ പേരുകൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കാം കേട്ടോ.
അശ്വതി ഒക്കെ ആണ്. ആൻഡ് കെ ജോർജ്, ദേവിക, ഓൾ ദി അബോവ്. അതാണ് കറക്റ്റ്. വെരി ഗുഡ്. The medium through which message passes is called channel, transmission, encoding, decoding. Medium അല്ലേ? മീഡിയം ആണ് നമ്മൾ ചോദിക്കുന്നത്. മീഡിയം ആകുമ്പോൾ ചാനൽ. വെരി ഗുഡ്, വെരി ഗുഡ്. വന്ദന, രശ്മി, ഗൗരി, രേഷ്മ, സുജ, ഡോക്ടർ ശുഭ, all are correct. Channel ആണ് correct. A message is changed into symbols. അപ്പം കൃത്യമായിട്ട് നോക്കിയേ, a മെസ്സേജിനെ സിംബൽസ് ആയിട്ട് മാറ്റുന്ന പ്രക്രിയ. സിസ്റ്റം, ചാനൽ, എൻകോഡിംഗ്, ഡീകോഡിംഗ്. എൻകോഡിംഗ്, വെരി കറക്റ്റ്, വെരി കറക്റ്റ്. അമ്പിളി, വിദ്യ, അനു, ശ്യാം, അശ്വതി, ദേവിക, അതുൽ, രേഷ്മ, സുജ, കാവ്യ, എല്ലാവരും മിടുക്കരാണ്. എൻകോഡിംഗ് ആണ് കറക്റ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻസ് ആൻഡ് അപ്പിയറൻസസ് in the context of classroom communication. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ അധ്യാപകൻ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ബോർഡിൽ എഴുതുന്ന വാചകങ്ങൾ വെർബൽ എന്ന് പറയും. എന്നാൽ അതോടൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ ആക്ഷൻസ്, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്, തന്റെ ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം തന്നെ അതിന്റെ നോൺ വെർബൽ ആസ്പെക്ട്സ് ആണ്. ഒരുപാട് പേര് ആൻസർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ വളരെ സമർത്ഥരാണ് കേട്ടോ. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. രേഷ്മ എസ് ബോസ് വരെയുള്ളവര് നോൺ വെർബൽ, ഇതാണ് കറക്റ്റ്. ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എ ഗുഡ് റിസീവർ ഷുഡ് ഹാവ് ദ എബിലിറ്റി. റിസീവറിന്റെ എബിലിറ്റി ഇനി ഏതൊക്കെയാണെന്നുള്ളതാണ്. എബിലിറ്റി ടു ഗിവ് ഫീഡ്ബാക്ക്, ഡീകോഡ് ദ മെസ്സേജ്, ഇന്റർപ്രറ്റ് മെസ്സേജ്, എല്ലാം കറക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലേ? അതുകൊണ്ട് ഡി ആണ് കറക്റ്റ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തു, എടുക്കലാണ്. ഓക്കെ ഓക്കെ, ഡി ആണ് കറക്റ്റ്. Next question. Non-verbal communication includes delivering a speech. ഒരു പ്രസംഗം ഡെലിവർ ചെയ്യുന്നു, അത് നോൺ വെർബൽ ആണോ? അല്ല, വെർബൽ ആണ്. ടെലിഫോണിക് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെർബൽ തന്നെയാണ്. സിംഗിങ് എ സോങ് വെർബൽ ആണ്. ഷേക്കിംഗ് ഹാൻഡ്സ്, അവിടെ വെർബൽ ഇല്ല. അതിന്റെ കൂടെ വല്ലതും പറഞ്ഞാൽ അത് കൂട്ടുന്നില്ല. ഇപ്പൊ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നോൺ വെർബൽ ആണ്. വെരി ഗുഡ്. രേഷ്മ, ഫെമിത, വെരി ഗുഡ്. ദീപ, രശ്മി, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ 2 വേർഡ് ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചതാണ്. ഡിസംബർ 2012 ക്വസ്റ്റ്യൻ ആണ്. ദ ഇംഗ്ലീഷ് വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കെയർ, communist and commune, communism and communalism, communion and common sense. Very good. A ആണ് കറക്റ്റ്. പഠിച്ചല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. റോസ് മരിയ, പുതിയായിട്ട് എനിക്ക് പുതിയ പേരുകൾ വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്തോളാം കേട്ടോ. രാജേഷ് കൃഷ്ണ, ദേവിക, റോസ് മരിയ, സുജ, ഡോക്ടർ ശുഭ. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. 1 ആണ് കറക്റ്റ്. തെറ്റിപ്പോകരുത് ഈ വാക്കുകൾ തമ്മിൽ. കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണിക്കെയർ. പിന്നെ മൂന്നാമത്തെ വാക്ക്, മൂന്നാമത് ഞാൻ പറഞ്ഞ വാക്ക് ആരെങ്കിലും ഒരാളൊന്ന് ടൈപ്പ് ചെയ്തേ. ഈ 2 ഫസ്റ്റ് കഴിഞ്ഞുള്ള മൂന്നാമത്തെ വേർഡ്. വെരി ഗുഡ്. അമ്പിളിയാണ്, അമ്പിളി ജയപാൽ. വെരി ഗുഡ്. ഡോക്ടർ ശുഭ. കമ്മ്യൂൺ, അതാണ് വേർഡ്. അതിവിടെ ഉണ്ട്. രണ്ടാമത്തേതിൽ അതുണ്ട്, പക്ഷെ അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് എന്ന് ആ വാക്കല്ലാത്തത് കൊണ്ട് അതല്ല. ഓക്കെ, next question. A video conferencing can be classified as one of the following types of communication. Video എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഷ്വൽ, ഓഡിയോ വിഷ്വൽ ആണ്. വീഡിയോ, ഓഡിയോ വിഷ്വൽ ആണ്. കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ 2 വേ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാം. ബി അല്ല, ഓഡിയോ വിഷ്വൽ 2 വേ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. തെറ്റരുത്. വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓഡിയോയും ഉണ്ട്, ഒന്നിച്ചാണ്. വിഷ്വലും തെറ്റിപ്പോകരുത്. ഓഡിയോ വിഷ്വൽ 2 വേ ആണ്. അതേസമയം ഈ വീഡിയോയുടെ സ്ഥാനത്ത് ഓഡിയോ കോൺഫറൻസിങ് ആയിരുന്നെങ്കിൽ an audio conferencing can be classified as ഒന്ന് പറഞ്ഞേ. അത് ഇവിടില്ല. ഓഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത് 2 വേ. കോൺഫറൻസിങ് ആണ് 2 വേ ആണ്. പിന്നെ വിഷ്വൽ ഇല്ലല്ലോ അവിടെ, വിഷ്വൽ ഇല്ല. അപ്പൊ എന്ത് വരും? ഓഡിയോ 2 വേ. ഓഡിയോ അല്ലേ? ഓഡിയോ 2 വേ. ഓഡിയോ
പറഞ്ഞ മോളെ. ഓഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് കോൺഫറൻസിങ് എന്ന് പറയണമെങ്കിൽ 2 വേ ആയിരിക്കണം. അത് ഓഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ ഓഡിയോ 2 വേ എന്നേ പറയുള്ളൂ, ഓഡിയോ വിഷ്വൽ നമ്മൾ പറയില്ല. വീഡിയോ കോൺഫറൻസിങ്ങിൽ സംസാരിക്കാനും, കാരണം ഫോൺ കണക്ഷനൂടെ അതിനകത്തുണ്ടാവും, ഫോണും കൂടെ കണക്ട് ചെയ്ത് ഒരു ടിവിയോ കമ്പ്യൂട്ടറും കൂടെ അതിനകത്ത് വെച്ചിരിക്കും. അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് സംശയം ചോദിക്കാനും തിരിച്ചിങ്ങോട്ട് മറുപടി അവർക്ക് പറയാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും വീഡിയോ കോൺഫറൻസിങ്. ഓഡിയോ 2 വേ, അതാണ് കറക്റ്റ്. വിദ്യ ഹരിദാസ് മിടുക്കിയാണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ട്രാൻസ്ഫോമിംഗ് തോട്ട്സ്, ഐഡിയാസ് ആൻഡ് മെസ്സേജസ് ഇൻടു വെർബൽ ആൻഡ് നോൺ വെർബൽ സൈൻസ്. ഞാൻ പറഞ്ഞു തന്നതാണ്, വേറൊരു തരത്തിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. ചാനലൈസേഷൻ, മീഡിയേഷൻ, എൻകോഡിംഗ്, ഡീകോഡിംഗ്. Transforming thoughts, ideas and messages into verbal and non-verbal signs, symbols. Signs എന്ന് പറഞ്ഞാൽ സിംബൽസ് ആണ്. വളരെ കറക്റ്റ്. ശ്യാം, മനുജ, ഫെമിത, കാവ്യ, ലിലിയ, ഡോക്ടർ ശുഭ, സുജ, ദേവിക, അശ്വതി എല്ലാവരും മിടുക്കരാണ്. ഓക്കെ, എൻകോഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ട് വേറൊരു തരത്തിലേക്കാണത്, അതിന്റെ വേർഡിങ് മാറിപ്പോയി. ഇപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇനി വരുമ്പോൾ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളിൽ കുറെ കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കുകളുടെയൊക്കെ മീനിങ് അറിഞ്ഞാലേ നമുക്കത് എന്താണെന്ന് പിടികിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇവിടെയും ചില ആ ഒരു ട്വിസ്റ്റിംഗ് അവിടെ കൊടുത്തത് കൊണ്ടാണ്, നേരിട്ട് എൻകോഡിംഗ് എന്ന് മനസ്സിലാകാത്തത് പോലെ കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, an efficient teacher will guide the learner to. ഒരു എഫിഷ്യന്റ് ടീച്ചർ ആണെങ്കിൽ ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും ചോദിക്കാവുന്നതാണ്. ഒരു എഫിഷ്യന്റ് ടീച്ചർ തൻ്റെ കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു? ടു ഗ്യാദർ ന്യൂ ലേണിംഗ് ഫ്രം ദ വേരിയസ് സോഴ്സസ്. ബി, കം ഔട്ട് വിത്ത് ദെയർ ട്രൂ ഡിഫിക്കൽട്ടീസ്. അവരുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളുമായിട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ടോക്ക് ടു ഹിം ഫ്രീക്വന്റ്ലി. കൂടെ കൂടെ അവരുമായിട്ട് സംസാരിക്കും. ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഇതിലേതാണ് ഇപ്പൊ എല്ലാവരും? മനുജ, മാണി എ പറഞ്ഞിരിക്കുന്നു. അതുൽ പക്ഷെ ഡി ആണ്. അമ്പിളി ഡി ആണ്. ഇപ്പൊ അശ്വതി എ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അവിടെ നിർത്തിക്കോ. ഞാൻ ഒരു ക്ലിയർ ആക്കി തരാം. ഒരു എഫിഷ്യന്റ് ടീച്ചറിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ് ചോദ്യം. ബാക്കിയെല്ലാം അനുബന്ധമായിട്ട് വരുന്നതാണ്. ബുദ്ധിമുട്ടുകളുമായിട്ട് നിങ്ങൾ എന്നും ഓരോ ബുദ്ധിമുട്ടുകളുമായിട്ട് വരണമെന്ന് പറയേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വരട്ടെ, അന്നേരം നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ടോക്ക് ടു ഹിം ഫ്രീക്വന്റ്ലി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല. നമുക്ക് ഏത് സമയത്തും കുട്ടികളോട് സംസാരിക്കാം. അപ്പൊ അതിനൊരു എംഫസൈസ് കൊടുക്കേണ്ട കാര്യമില്ല. സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട എയിം സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നതല്ല. ഇത് എൽദോ ആണല്ലേ? എൽദോ സംശയം വെച്ചിട്ടാണ് ഇപ്പൊ ഡി എന്ന് ചോദിച്ചിരിക്കുന്നത്. It is not the prime responsibility of a teacher to develop self-confidence among the students. അത് പിടികിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ചാലേ പറ്റുള്ളൂ. ഒന്നാമത്തേത് ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് അടുത്തത് പിടികിട്ടും. To gather new learning from the various sources. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഞാൻ ഈ ക്ലാസ് 5-6 സെഷൻ കൊണ്ട് എടുത്ത് കംപ്ലീറ്റ് കഴിഞ്ഞ് കുറേയേറെ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യിച്ചു കഴിഞ്ഞാലും പിന്നെയും ആ ഏരിയയിൽ കുറേ ഇൻഫർമേഷൻസ് കാണും. നമുക്ക് എൻറ്റയർ ഇൻഫർമേഷൻസ് കവർ ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. എങ്കിൽ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക, ബുക്കുകൾ സെർച്ച് ചെയ്യുക. ആ ബുക്കിലൊക്കെ NTA നല്ല ഗൈഡുകൾ കിട്ടും കേട്ടോ. ഗൈഡാണ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റ് ട്രൂമാൻ സ്പെസിഫിക് സീരീസ്. NTA ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവരിറക്കിയിട്ടുള്ള ഒരു ഗൈഡാണിത്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ഇതിനകത്ത് ആൻസേഴ്സ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
ഇത് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഓതന്റിക് ആൻഡ് ഡിപ്പെൻഡബിൾ എന്ന് ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമ്പർ 1 സെല്ലിംഗ് ട്രൂ മാൻസ് സ്പെസിഫിക് സീരീസ് എന്നാണ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. നല്ലൊരു ബുക്കാണ്. മേജർ ബുക്ക് സ്റ്റാളുകളിലെല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും അല്ലെങ്കിൽ നല്ലത് നോക്കി. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പുതിയ പുതിയ അറിവുകൾ അതിന്റെ സോഴ്സിൽ നിന്ന് തന്നെ കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഒരു എഫിഷ്യന്റ് ടീച്ചറിന്റെ കടമയാണ്. അത് ചെയ്ത് നിങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്കിപ്പോ ഈ എക്സാം ചിലപ്പോൾ ഒരു പേടി കാണും ചിലർക്ക്. ഈ എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ടുള്ളതാണ്, എന്തോ ഒരു പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയാൽ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ എംഎഡിന് പഠിക്കുന്നത് 87-88-ലാണ്. 87 ഓർത്തിരിക്കണം. ഇന്നേക്ക് 33-34 വർഷങ്ങൾക്ക് മുമ്പ്, 34 years ബാക്ക് കേട്ടോ. അന്ന് JRF മാത്രമേ ഉള്ളൂ. ലെക്ചർഷിപ്പ് എന്നൊരു ടെസ്റ്റ് ഇല്ല. ഓൺലി JRF. നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ JRF കിട്ടുകയെന്നേ ഉള്ളൂ. ഓക്കെ, അന്ന് ഞാൻ എഴുതി. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ആളാണ് ഞാൻ. അത് വലിയൊരു കഴിവെന്നോ എടുക്കുന്നോ ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനും കാര്യമായിട്ട് നടത്തിയിട്ടില്ല. കാരണം അന്നൊരു കോച്ചിങ് ഇല്ല, അന്ന് ഇതുപോലെ ഗൈഡുകളില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വല്ല കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, കോമ്പറ്റീഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുന്ന ജേർണലുകളൊക്കെ ഉള്ളൂ. അതൊക്കെ ഇടയ്ക്കൊക്കെ പഴയതൊക്കെ വാങ്ങും. തിരുവനന്തപുരത്തൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കൊണ്ട് ഫുട്പാത്തിലൊക്കെ ഇങ്ങനെ പഴയത് 5 രൂപയ്ക്കൊക്കെ കിട്ടും. അങ്ങനെ 5 രൂപയ്ക്കില്ല, 50 പൈസയൊക്കെയാന്ന് തോന്നുന്നു അന്നത്തെ. ഓക്കെ, അതൊക്കെ എടുത്ത് വല്ലപ്പോഴും ഈ പേപ്പർ 1 വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തു. പക്ഷെ പേപ്പർ 2, പേപ്പർ 3 ഉണ്ടായിരുന്നു. 3 പേപ്പർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ടോപ്പിക്ക് പഠിക്കുക, പോയിന്റ്സ് വെച്ച് പഠിക്കുക, എന്നിട്ട് അത് ഒന്ന് ഓർത്തിരിക്കുക. എംഎഡിന്റെ എക്സാം ഇത് ഏതാണ്ട് ഒരു ആഴ്ചത്തെ ഗ്യാപ്പേ ഉള്ളായിരുന്നു. അതൊന്നും നമുക്ക് വലിയ പ്രശ്നം പറ്റിയില്ല. പഠിച്ച് അതുപോലെ ഓർത്തിരുന്ന് പോയി എഴുതുവാനായിട്ട് സാധിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോ വലിയ പേടി പോലെ മനസ്സിൽ തോന്നുന്നെങ്കിൽ ആദ്യം മനസ്സിൽ നിന്ന് പേടി വിടുക. നമ്മൾ ഇതിനെ സന്തോഷത്തോടെ നേരിടുക. ഇതിനെ നമുക്ക് കരത്തിൽ ഒതുക്കാവുന്നതാണ് എന്ന ഒരു ഫീലിംഗ് മനസ്സിന് കൊടുക്കുക. 1-2 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡെസ്പാവേണ്ട കാര്യമില്ല. കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ ഇച്ചിരൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അവരുടെ കട്ട് ഓഫ് മാർക്കൊക്കെ ഇച്ചിരൂടെ ചിലപ്പോൾ കുറച്ചെന്നിരിക്കും. നമുക്ക് കയറി പറ്റാൻ പറ്റും. അത്ഭുതകരമായിട്ട് പലരും, ഞാൻ എങ്ങനെ ജയിച്ചെന്ന് അറിയത്തില്ലെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് പ്രയാസപ്പെട്ടിരുന്നവർ പലരും ജയിച്ചു മാറിയിട്ടുണ്ട്. അതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്ത് കുറെ ഒരു സ്റ്റേജ് ഒക്കെ അങ്ങോട്ട് കഴിയും, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊരു രസമായിട്ട് അങ്ങ് തോന്നും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യേണ്ടതായി കോൺഫിഡൻസ്. അല്ലാതെ ഞാനിപ്പോ ക്ലാസ്സിലോട്ട് വന്ന് നിങ്ങൾക്ക് ഇന്ന് ഞാൻ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റൂല. നിങ്ങളെ കൊണ്ട് ഞാൻ ചില ടാസ്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾക്കത് ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സിന് ബോധ്യം വരുന്ന സമയത്താണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? An efficient teacher will guide the learner to gather new learning from the various sources. In addition to the learning provided by the teacher in the class, the students are asked to collect new learning, additional materials from the various sources, from the textbooks, from internet, and from journals and other sources. Okay, അത് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരു ഡൗട്ടും അതിനകത്ത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരി. ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ. ക്ലിയർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വിദ്യ. Okay, very good, very good. Thank you. Next question. Effectiveness of communication depends not on എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് ഊഹിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഇനിയും പറയുന്നുണ്ട്, അതൊക്കെ വരും. ക്ലാരിറ്റി ഓഫ് വോയിസ്, സബ്ജക്റ്റ് നോളജ്, അറ്റൻഷൻ ഓഫ് ദ റിസീവർ. ഡിപ്പെൻസ് ഓൺ എന്ന് നോക്കിക്കേ. ഡിപ്പെൻസ് ഓൺ ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻസ് ഓൺ നോട്ട് അങ്ങ് വിട്ട് കളഞ്ഞിട്ട് വായിക്കണം. ഡിപ്പെൻസ് ഓൺ ക്ലാരിറ്റി ഓഫ് വോയിസ്. കറക്റ്റ് ആണല്ലോ? ക്ലാരിറ്റി ഉണ്ടാവണ്ടേ? വോയിസിന് ക്ലാരിറ്റി വേണമല്ലോ. അപ്പൊ ഡിപ്പെൻസ് ഓൺ ആണത്. ഡിപ്പെൻസ് ഓൺ സബ്ജക്ട് നോളജ് വേണം. സബ്ജക്ട് നോളജ് ഇല്ലാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതും ഡിപ്പെൻസ് ഓൺ ആണ്. അറ്റൻഷൻ ഓഫ് ദ റിസീവറോ അതും ഡിപ്പെൻസ് ഓൺ ആണ്.
ഡിപ്പെൻസ് ഓൺ ദി അറ്റൻഷൻ ഓഫ് ദ റിസീവർ. റിസീവറുടെ അറ്റൻഷൻ ഇല്ലാതെ അത് പറ്റില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ഡിപ്പെൻസ് നോട്ട് ഓൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഫോർത്ത് ഓപ്ഷൻ, നൺ ഓഫ് ദി അബോവ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഓർക്കും ഈ നൺ ഓഫ് ദി അബോവ് ഒക്കെ ചുമ്മാ ഇട്ടിരിക്കുന്നതാണ്, നമ്മളെ തെറ്റിക്കാൻ ഇട്ടിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും അങ്ങ് കറക്കി കുത്തി എഴുതും, അല്ലേ? അത് തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നൺ ഓഫ് ദി അബോവും ചില സമയത്ത് നമുക്ക് ഉപകരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എൽദോ, സീനത്ത്, ഗൗരി, ശ്യാം, ഷൈനി എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം തന്നു. താങ്ക് യു. എ ഗുഡ് ടീച്ചർ, കുറച്ച് ക്വസ്റ്റ്യനോടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തീരുവാണ്. എ ഗുഡ് ടീച്ചർ മേക്സ് യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഫോർ മേക്കിംഗ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്. മേക്കിംഗ് ടീച്ചർ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെ? ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇത് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെയും ഞാനിത് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ്. മേക്കിംഗ് ലേണിംഗ് ഇഫക്റ്റീവ്, ലേണിംഗ് ഇഫക്റ്റീവ് ആക്കാനുമാണ്. മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, അത് കറക്റ്റാണ്. നമ്മൾ നല്ല ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗപ്പെടുത്തിയാൽ ക്ലാസ്സിൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുക മാത്രം ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ഒരു പകുതി പോലും ക്ലിയർ ആവില്ല. നേരെ മറിച്ച് ഈ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അറ്റൻറ്റീവായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ അങ്ങനെ ഡിസിപ്ലിനും ഉണ്ടാവുന്നു. ഓക്കെ, മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, എന്നിട്ട് മേക്കിംഗ് സ്റ്റുഡൻസ് അറ്റൻറ്റീവ്, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത് 4ഉം കറക്റ്റ് ആവുന്ന കേസിൽ എന്ത് ചെയ്യണം? ഏതാണ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ളത്? ടി, അത് ആദ്യം പറഞ്ഞത് രശ്മിയാണ്. വെരി ഗുഡ്. അഞ്ജലി, സുജ, അശ്വതി, ഷൈനി, കാവ്യ, മനുജ, അതുൽ, അശ്വതി, കെ ബി. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വളരെ വളരെ മിടുക്കരാണ്. കാരണം ഒരു ടീച്ചറിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ നിങ്ങളെ അതുകൂടെ ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഞാനത് പറയാം. നമുക്ക് സമയം തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. എന്താണ് ഒരു ടീച്ചറിന്റെ ടീച്ചിങ്ങിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് ചോദിച്ചാൽ, മേക്കിംഗ് ലേണിംഗ് ഇഫക്റ്റീവ്, ടു ബ്രിങ് അബൌട്ട് ഇഫക്റ്റീവ് ലേണിംഗ് among the students. കുട്ടികളുടെ ഇടയിൽ ഇഫക്റ്റീവ് ലേണിംഗ് ഉണ്ടാകണം. എന്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. ഞാൻ ഇന്ന് ക്ലാസ് എടുത്തതിൽ നിന്ന് കമ്മ്യൂണിക്കേഷന്റെ ആദ്യ പാർട്ടിന്റെ ഒരു നല്ല വ്യക്തമായ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിയണമെന്നും അതിനെ ബേസ് ചെയ്ത് കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾ ഉത്തരം നൽകണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ നിങ്ങൾ തന്നു. വളരെ ചെറിയ ചില സംശയങ്ങൾ അതിനകത്ത് അവശേഷിച്ചതല്ലാതെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാകുന്നു? ലേണിംഗ് ഇഫക്റ്റീവ് ആയിരുന്നു എന്ന്. അപ്പൊ എന്റെ ലക്ഷ്യം ലേണിംഗ് ഇഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് ഞാൻ ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്, അല്ലേ? നമ്മൾ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ഒരു രസകരമായ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ് ഒക്കെ ഞാൻ ഇനി ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഓക്കെ, അപ്പോ അത് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിനല്ല, ടീച്ചിങ് ലേണിംഗ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഓക്കെ, ക്ലാസ്സിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലേണിംഗ് ഇഫക്റ്റീവ് ആകാനാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഡോക്ടർ ശാലിനി, ഇറ്റ്സ് റിയലി വർക്ക്സ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ക്ലാസ്സിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമല്ല, പക്ഷേ ലക്ഷ്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. മേക്കിംഗ് സ്റ്റുഡൻസ് അറ്റൻറ്റീവ് എന്ന് പറയുന്നതല്ല നമ്മുടെ ലക്ഷ്യം, പക്ഷേ നമ്മുടെ ലക്ഷ്യം നേടാൻ നമ്മളെ ആ ആസ്പെക്ട് സഹായിക്കും. മേക്കിംഗ് സ്റ്റുഡൻസ് അറ്റൻറ്റീവ്, അതിനാണ് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോ ഏറ്റവും കറക്റ്റ് ആൻസർ മേക്കിംഗ് ലേണിംഗ് ഇഫക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം അതിനോടൊപ്പം ചേർന്ന് വന്നോളും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് NTA താങ്ക് യു. Judith, you are different, sir. Thank you, sir. Effective. Good night. You are a wonderful teacher. Oh, thank you very much. Vidya Haridas. ഞാൻ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് വോയിസ് ഇട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് NTA സൈറ്റിൽ കയറിയിട്ട് nta.ac.in എന്ന സൈറ്റിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലിലിയ ജോൺസ്,
ഇൻട്രസ്റ്റിംഗ് ക്ലാസ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് അതുൽ. വളരെ വളരെ സന്തോഷം. നിങ്ങളോട് എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ ഇനിയും കുറേ ദിവസങ്ങൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ് എന്നാണെന്ന് സാറ് അത് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു തരും. സീനത്ത്, താങ്ക് യു വെരി മച്ച്. അശ്വതി, മനുജ, ഡോക്ടർ ശാലിനി, ലതിക, ദീപ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഞാൻ പ്രസന്റേഷൻ അങ്ങോട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസ് ഇട്ട് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ, സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ സംശയങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഇല്ലാത്തവർക്ക് എക്സിറ്റ് ആയി പോവുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് കെ ജോർജ്, ലക്ഷ്മി, അശ്വതി, രേഷ്മ. ഓക്കെ ഓക്കെ. Is there anything to ask? എന്തെങ്കിലും ചോദിക്കാൻ സംശയങ്ങളുണ്ടോ? കമ്മ്യൂണിക്കേഷൻ തീർന്നിട്ടില്ല. Only first part is over. Then several parts are remaining. So we will be discussing all those things and covering several questions also, so that you can understand clearly. Then visit my blog also. എൻ്റെ ബ്ലോഗ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. സാംവി ഡാനിയൽ UGC നെറ്റ് എന്ന് മാത്രം അടിച്ചിട്ട് സെർച്ച് കൊടുത്താലും മതി. അപ്പൊ വരുന്ന ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്താൽ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇല്ലെങ്കിൽ സാംവി ഡാനിയൽ UGCnet.blogspot.in എന്ന് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കാമെങ്കിൽ നേരെ ബ്ലോഗിലേക്ക് തന്നെ പോകാം. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് ബ്ലോഗിലേക്ക് കയറാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് കൂടെ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ് അവിടെ പോസ്റ്റ് ചെയ്യാമെങ്കിൽ ഒത്തിരി നല്ലതാണ്. നിങ്ങൾ ആദ്യം കയറുന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ നോട്ട്സും എക്സസൈസും കാണുന്നില്ല എങ്കിൽ ബാക്ക് ഓൾഡർ പോസ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കണം. താഴെ അറ്റത്ത് ഓൾഡർ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് അടിച്ചു കൊടുക്കാമെങ്കിൽ ബാക്കിലേക്ക് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ബാക്കി അതിനകത്ത് കൊടുത്തിരിക്കുന്നതും കൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, സംശയങ്ങളൊക്കെ നമുക്ക് ഇനിയും ദൂരീകരിക്കാനുള്ള അവസരങ്ങളുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. Everything clear, sir. Ambali Jaypal. Everything clear, no doubt. Okay, thank you so much. Thank you, sir. Good night, Thank sir. you. Thank you. Good night. Thank you so much. Rashmi, thank Yes, you. sir. Thank you very much. കുറച്ച് പേരെ ഉള്ളിനി. രേഷ്മ, സുജ, എൽദോ, രാജേഷ്, ഗൗരി, സാറും ഉണ്ട്, നമ്മുടെ ശ്രീകുമാർ സാറും ഉണ്ട്. താങ്ക് യു സോ മച്ച്.